السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد رسول الله صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളും നിയമശാസനകളും ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് പരിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. തൗഹീദിനെ സംബന്ധിച്ചാണ് എന്നോട് ഏതാനും സമയം സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. ഓരോ മനുഷ്യന്റെയും ഏറ്റവും മർമ്മപ്രധാനമായ വിഷയമാണ് ഏകദൈവ ആരാധന, ഏകദൈവ വിശ്വാസം എന്നുള്ളത്. ഇസ്ലാമിന്റെ വ്യതിരിക്തതയും ഇതര മതദർശനങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം അതുതന്നെയാണ്. ഇസ്ലാമിന്റെ ജീവനാണ് തൗഹീദ്. തൗഹീദില്ല എങ്കിൽ മരിച്ച ജഡം പോലെയായിരിക്കും അത്തരം ആളുകൾ. ഒരാളെ മുസ്ലിം എന്ന് പറയാൻ കഴിയുന്നത് കേവലം നമസ്കരിക്കുന്നത് കൊണ്ടും നോമ്പെടുക്കുന്നത് കൊണ്ടും ഹജ്ജ് ചെയ്യുന്നത് കൊണ്ടും ഒന്നുമല്ല. മറിച്ച് അവന് തൗഹീദില്ല എങ്കിൽ അവന്റെ നമസ്കാരം വെറുതെയാണ്, അവന്റെ നോമ്പ് പായ്വേലയാണ്, അവന്റെ ഹജ്ജ് വ്യഥാവിലാണ്. അതുകൊണ്ട് നിർബന്ധമായും അനിവാര്യമായും ഓരോ സത്യവിശ്വാസിയും മുവഹിദായിരിക്കേണ്ടതുണ്ട്. അഥവാ തൗഹീദിൽ യാതൊരു വിധത്തിലുള്ള പുഴുക്കുത്തുമില്ലാതെ, ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാതെ ആ രീതിയിൽ തന്നെ ഏകദൈവാരാധനയും ഏകദൈവ വിശ്വാസവും വെച്ച് പുലർത്തേണ്ടതുണ്ട്. അള്ളാഹുവിനെ അറിയാത്തവരായിരുന്നില്ല മക്കയിലെ മുശ്രിക്കുകൾ.
അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരായിരുന്നില്ല അവർ. വമാ യുഅ്മിനു അക്സറും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. അധിക ആളുകളും അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്ന സൂറത്ത് യൂസുഫിലെ ആയത്ത് സമൂഹത്തിൽ എപ്പോഴും പാഠമാണ് സഹോദരന്മാരെ. അള്ളാഹുവിനെ മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ? റുബൂബിയത്ത് അംഗീകരിച്ചുകൊണ്ട്. അള്ളാഹുവാണ് വെള്ളം തരുന്നത്, മഴ വർഷിപ്പിക്കുന്നത്, ഭക്ഷണം തരുന്നത്, കാര്യം നിയന്ത്രിക്കുന്നത്, കുട്ടികളെ തരുന്നത്, രോഗം മാറ്റുന്നത്, ഇങ്ങനെ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വരെയുള്ള മുഴുവൻ വിഷയങ്ങളും ആരാണ് എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി മറുപടി പറയുമായിരുന്നു, സയഖൂലുനല്ലാഹ്, അള്ളാഹു തന്നെയാണ്, അള്ളാഹു തന്നെയാണ് എന്ന്. അതുകൊണ്ടാണ് സ്വൈൽ ഉദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാത്തിബുമായിട്ടുള്ള എഴുത്ത് കരാർ എഴുതിക്കൊണ്ടേയിരിക്കെ ബിസ്മിക അല്ലാഹുമ്മ എന്ന് വേണമെങ്കിൽ എഴുതിക്കോ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതരുത് എന്നാവശ്യപ്പെട്ടത്. അവർക്ക് ബിസ്മിക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്ന് പറയാൻ യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. അതേപോലെ അവർ ഹജ്ജ് നിർവഹിച്ചവരായിരുന്നു. ഹജ്ജിന് വരുന്നവർക്ക് പായസവും അതേപോലെ തന്നെ വെള്ളവും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായക സഹകരണങ്ങളും ചെയ്തവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അവർ തൽബിയത്ത് നടത്തിയപ്പോൾ അവർ പ്രാർത്ഥിച്ചത് ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, പങ്കുകാരനും അവനുള്ളതും നിനക്കധീനമായ വിധത്തിലുള്ള പങ്കുകാരല്ലാതെ മറ്റ് യാതൊരു പങ്കുകാരും നിനക്കില്ല എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന അവർ തൽബിയത്തിനോടൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് പനിച്ചു വിറച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആദ്യമായി കണ്ട ബേജാറിൽ വീട്ടിലേക്ക് ജമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് പുതപ്പിട്ട് മൂടാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഖദീജ പറയുന്ന മറുപടിയുണ്ട്, അഗതികളുടെ പ്രശ്നം തീർക്കുന്ന, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന, ജനങ്ങളുടെ വിഷമം അകറ്റുന്ന, ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്ന പ്രവാചക മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പ്രവാചകനാണെന്ന് അറിയുന്നതിന് മുമ്പ് പറയുകയാണ്, താങ്കളെ അള്ളാഹു കൈവടിയുകയില്ല, താങ്കളെ അള്ളാഹു കൈവടിയുകയില്ല. അപ്പോൾ അള്ളാഹു എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൽ, അവരുടെ ജീവിതത്തിൽ ഊട്ടപ്പെട്ട സംഗതിയായിരുന്നു. അതിലൊന്നും മാറ്റമുണ്ടായിരുന്നില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് ഗർഭാവസ്ഥയിൽ തന്നെ അബ്ദുള്ള മരിച്ചിട്ടുണ്ട്. അബ്ദുള്ളക്ക് പേര് കൊടുത്തത് അദ്ദേഹത്തിന്റെ പിതാവാണ് എങ്കിൽ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് എങ്കിൽ അവർക്ക് അള്ളാഹുവിനെ പരിചയമുണ്ട്. ആ അബ്ദുള്ള എന്ന പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിനുള്ളത്. അദ്ദേഹമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ എന്താണ് പ്രശ്നം? അവര് ഉലൂഹിയത്തിൽ, അസ്മാഉ സിഫത്തിൽ അവര് പങ്കാളിത്തം വരുത്തി, അള്ളാഹുവിന് മറ്റുള്ളവരെ പോലെ സമന്മാരാക്കി, അള്ളാഹുവിന്റെ ശക്തിയിലും കഴിവിലും പങ്കാളിത്തം കൊടുത്തു. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ചില വിഷയങ്ങളിൽ അള്ളാഹുവിന് പുറമെയുള്ളവർക്കും അവർ കൊടുത്തു. എന്നാൽ ചില ഘട്ടങ്ങളിൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ അത് കൃത്യമായി പറയുന്നു. സന്ദർഭം നമുക്കറിയാം. ഇക്രിമ അബൂജഹലിന്റെ പുത്രനാണ്. മക്ക ഫത്ഹ് ആകുന്നു, ഇസ്ലാമിലേക്ക് ജനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതാനും ചില ആളുകൾ, വിരലെണ്ണാവുന്നവർ മാത്രം അവർ അവശേഷിക്കുകയാണ്. ഇക്രിമ ചിന്തിക്കുകയാണ്, ഇവിടെ നിന്നാൽ ശരിയാവുകയില്ല. പുതിയ മേച്ചൽപ്പുറം തേടിയിട്ട്, നമുക്ക് പറ്റിയ അനുയായികളും കൂട്ടുകാരെയും സഹായികളെയും തേടിയിട്ട് എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കപ്പൽ കയറുകയാണ് ഇക്രിമ. അദ്ദേഹം സഞ്ചരിക്കുന്ന കപ്പല് കടൽക്ഷോഭത്തിൽ കുടുങ്ങുകയാണ്. ഏത് സമയവും കപ്പലിനെ കടൽ വിഴുങ്ങാനിരിക്കുകയാണ്. കപ്പൽ മറിഞ്ഞു പോയേക്കാം, മുങ്ങിയേക്കാം. അങ്ങനെയുള്ള കാറ്റും കോളും ഉണ്ടാകുന്ന വേളയിൽ കപ്പിത്താൻ വിളിച്ചു പറയുകയാണ്, നമ്മുടെ കുലദൈവങ്ങളെയും പരദൈവങ്ങളെയും നമ്മുടെ ഗോത്രദൈവങ്ങളെയും തൽക്കാലം ഉപേക്ഷിക്കുക. നമ്മൾ ലാത്തേയും മനാത്തേയും വിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഇവിടെ നിർത്തുക. പകരം ഏകനായ അള്ളാഹുവിനെ, പടച്ചവനെ മാത്രം ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കുക.
അങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം. അതിനെപ്പറ്റി അവരുടെ ഇത്തിഖാദാണെന്നും അവരുടെ വിശ്വാസമാണെന്നും കൃത്യമായി ഹദീസുകളിൽ ചരിത്രത്തിൽ വിരചിതമായിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പോൾ ഇക്രിമ ചിന്തിക്കുകയാണ്, കടലിലെ പ്രയാസവേളയിൽ പ്രതിസന്ധികളിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിൽ ലളിതമായ ചെറിയ വിഷയങ്ങളിൽ അള്ളാഹുവിന് സഹായിക്കാൻ കഴിയുമല്ലോ. വലിയ പ്രശ്നങ്ങളിൽ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ ദൈവങ്ങൾക്ക്, തങ്ങളുടെ ഗോത്ര ദൈവങ്ങൾക്ക്, തങ്ങളുടെ ചെറിയ ദൈവങ്ങൾക്ക് സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിനും കഴിയുന്ന, എല്ലാ ശക്തിയുമുള്ള അള്ളാഹുവിനെ വിളിക്കലാണ്, അവനെ ആരാധിക്കലാണ്, അവനോട് പ്രാർത്ഥിക്കലാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടാവുകയും അദ്ദേഹം അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ അദ്ദേഹം മുസ്ലിം ആകുന്നു. പറഞ്ഞു വന്നത്, ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ പരിചയമുണ്ട്. എന്തിനു പറയുന്നു? അബ്രഹത്ത് സംഘവും എല്ലാവിധ സർവായുധത്തോടുകൂടി മക്കയെ ആക്രമിക്കുമ്പോൾ, കഅബയെ ആക്രമിക്കുമ്പോൾ പോലും അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, കഅബയുടെ നാഥൻ അള്ളാഹു ഇതിനെ സംരക്ഷിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ അവർക്കറിയാം. എന്തേ അവരുടെ പ്രശ്നം? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അള്ളാഹുവിനെ അവർ മനസ്സിലാക്കേണ്ടതുപോലെ, കണക്കാക്കേണ്ട മുറപ്രകാരം അള്ളാഹുവിന് മാത്രം നൽകേണ്ട വിഷയത്തിൽ അവർക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്, വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥന അള്ളാഹുവിന് പുറമേയുള്ളവരോടുമായിട്ടുണ്ട്. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്യും, മറ്റുള്ളവരെയും പേരിൽ സത്യം ചെയ്യും. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയും അറുക്കും. അതേപോലെ നേർച്ചയും അള്ളാഹുവിനും അള്ളാഹു അല്ലാത്തവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കും. ഇതൊക്കെ ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ ഏകത്വം അത് മർമ്മപ്രധാനമായ വിഷയമാണ്. അത് ഒഴിവാക്കിയാൽ എല്ലാം പോയി. കുൽ ഹുവല്ലാഹു അഹദ്. അറിയണം നമ്മൾ, അള്ളാഹു മാത്രമേ ഉള്ളൂ. പറയുക നബിയെ, അവൻ അള്ളാഹു അഹദ്, ഏകനാണ്. അള്ളാഹു ഒരുവനാണ്. നമ്മളൊരുവൻ, നിങ്ങളൊരുവൻ എന്ന് പറയുന്ന ഒരുവനല്ല. അവനെ വിഭജിക്കാൻ പറ്റുകയില്ല, അവനെ പോലെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ ഒരു വസ്തുവുമില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും, പേരിൽ പോലും അള്ളാഹു എന്നുള്ള വാക്ക് പോലും അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. അതിൽ വരെ ഏകത്വം നിലനിർത്തിയിട്ടുണ്ട് എന്നർത്ഥം. നമുക്കറിയാം, വിവിധ ഭാഷകളിൽ, മലയാളത്തിൽ ദേവി, ദേവൻ എന്ന് പറയുന്നു, ഈശ്വരൻ എന്ന് പറയുന്നു, അതേപോലെ തന്നെ തമ്പുരാൻ എന്ന് പല രീതിയിലും പറയുന്നുണ്ട്. അതിനൊക്കെ ബഹുവചനം കാണാം, സ്ത്രീലിംഗം കാണാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തമായി കൊണ്ട് അള്ളാഹുവിന്റെ പേര് നിലനിൽക്കുന്നു, അള്ളാഹു. അതിന് ബഹുവചനമില്ല, അതിന് സ്ത്രീലിംഗമില്ല. ഈ രീതിയിലുള്ള ആ വഹ്ദാനിയത്ത്, ഏകത്വം അള്ളാഹുവിന്റെ പേരിൽ വരെ നിലനിൽക്കുകയാണ്. അള്ളാഹു സമദാണ്. അള്ളാഹു നിരാശ്രയൻ, ആരുടെയും ആശ്രയം വേണ്ടാത്ത, സ്വയം പര്യാപ്തതയുള്ള, ആരും തന്നെ അള്ളാഹുവിനെ സഹായിക്കേണ്ടാത്ത, അള്ളാഹുവിന് ആരുടെയും പങ്കാളിത്തം വേണ്ടാത്ത, ആരുടെയും പിന്തുണ വേണ്ടാത്ത രീതിയിലാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹുവിനെ ആണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും, എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ ആവശ്യമുള്ളവരാണ്, അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ലോകത്ത് ഒരാളുടെയും ആശ്രയമില്ലാത്തത്. ലം യലിദ് വലം യൂലദ്. അള്ളാഹു ജനിച്ചവനോ ജനിപ്പിച്ചവനോ അല്ല. ജീവികൾ എപ്പോഴെങ്കിലും, ഓരോ ജീവികൾക്കും തുടക്കമുണ്ട്. അതൊന്നുകിൽ കുഞ്ഞാവാം, ഏതെങ്കിലും ഒരാളുടെ കുഞ്ഞാകാം, ഏതെങ്കിലും ഒരാളുടെ പിതാവാകാം. അങ്ങനെ ആകാത്ത ആരുമില്ല. മനുഷ്യരിൽ പിതാവും മാതാവും ഇല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ആദമിനെ മാത്രമാണ്. അത് അള്ളാഹുമായി തുലനം ചെയ്യുന്ന സംഗതിയുമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. എല്ലാം മഖ്ലൂക്കാണ്. അള്ളാഹു മാത്രമേ ഖാലിഖുള്ളൂ. ബാക്കി ലോകത്തുള്ള മലക്കുകളും ജിന്നുകളും മനുഷ്യരും പക്ഷികളും പറവകളും എല്ലാം സൃഷ്ടികളാണ്. അള്ളാഹുവിന് മാത്രമേ ഇങ്ങനെ ഒരു വിശേഷണം പറയാൻ പറ്റുകയുള്ളൂ. അവൻ ഉണ്ടായവനല്ല, അവൻ ഉള്ളവനാണ്. അവനൊരു തുടക്കമില്ല, അവനൊരു ഒടുക്കവുമില്ല. അങ്ങനെ ജനിക്കാത്ത, ജനിപ്പിക്കാത്ത ശക്തിയാണ് അള്ളാഹു. മാത്രമാണോ, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന്
തുല്യമായി ആരും തന്നെയില്ല, അവനെ ഉപമിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. വലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് ഖുർആനിൽ പല ആയത്തുകളിലൂടെ വിവരിക്കുകയാണ്. അജഅലൽ ആലിയത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. സൂറത്ത് സ്വാദിൽ 5-ാമത്തെ വചനം. ഇവർ പല ഇലാഹുകളെ ഒരൊറ്റ ഇലാഹാക്കി മാറ്റുകയാണോ? അത്ഭുതം കൂറിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ ചോദിക്കുകയാണ്, അവർക്ക് അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിക്കാം, പക്ഷെ മറ്റ് ഇലാഹുകളെ അംഗീകരിച്ചുകൊണ്ട് മാത്രം. തീർച്ചയായും വലിയ അത്ഭുതമുള്ള കാര്യം തന്നെ ഇത്. ഈ മുഹമ്മദ് ചെയ്തു വെച്ചതെന്താ? എല്ലാ ദൈവത്തെയും മാറ്റി ഒറ്റ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ് എന്ന് സൂറത്തുൽ ഫുസ്സിലെ 6-ാമത്തെ ആയത്തിലും അതേപോലെ തന്നെ കഹ്ഫിലെ 110-ാമത്തെ ആയത്തിലും ആവർത്തിച്ച് പറയുകയാണ്. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധ്യനില്ല, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് അംബിയായിലെ 25-ാമത്തെ ആയത്തിലും സൂചിപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ എന്ന് സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്. നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് ഒരാരാധ്യനും തന്നെയില്ല, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് സൂറത്തുൽ അറാഫിലെ 59-ാമത്തെ വചനത്തിൽ ഇതേപോലെ തുടർന്ന് ആയത്തുകളിൽ കൂടുതലായിട്ട് ആവർത്തിച്ചു വരുന്നു. ഹൂദ് നബിയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത്, സ്വാലിഹ് നബിയെ പറ്റി വിവരിക്കുന്നിടത്ത്, ശുഐബ് നബിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഇതേ വാക്കുകൾ തന്നെ ആവർത്തിച്ച് പറയുകയാണ്. എന്ത്? അദ്ദേഹത്തിന്റെ ജനതയോട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരു ഇലാഹും തന്നെ നിങ്ങൾക്കില്ല. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ എന്ന് അറാഫിലെ 65-ൽ 73-ൽ 85-ൽ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ ആരാധനകൾ പാടുള്ളൂ. അപ്പോൾ ആരാധനയിലായി തർക്കം. പ്രാർത്ഥന അത് ആരാധനയാണ്. അപ്പോൾ പ്രാർത്ഥനയിലായി തർക്കം സമൂഹത്തിൽ നിലനിൽക്കുന്നത് അതാണ്. ആരാധനയെ സംബന്ധിച്ച് മുസ്ലിം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ്. പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശ്വാസികൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ്. ആ അഭിപ്രായങ്ങളെല്ലാം ശരി എന്നൊരു കാര്യത്തിലേക്കാണോ നമ്മൾ എത്തേണ്ടത്? അതല്ല, ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച് തന്നിട്ടുള്ള ആരാധന എന്താണ്, എന്ത് ചെയ്താലാണ് ആരാധനയാവുക, ഏതൊക്കെയാണ് ആരാധന, ആരോട് മാത്രമേ ആരാധന പാടുള്ളൂ, പ്രാർത്ഥന എന്താണ്, ആർക്കാണ് പ്രാർത്ഥന നേരേണ്ടത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഖുർആനും തിരുസുന്നത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന് പുറമെ മറ്റാരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവിന് പുറമെ ആരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. വിശുദ്ധ ഖുർആനിൽ വിവിധ തഫ്സീറുകളിൽ ഇതിന്റെ അർത്ഥം മാത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതിയ കണ്ടുപിടുത്തമല്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനം മാത്രം എന്നത് അവർ കൂട്ടിച്ചേർത്തതുമല്ല. മറിച്ച് ഇതിൽ മാത്രം എന്നുള്ള ഒരു വാക്കൊഴിവാക്കിയാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നു, മറ്റുള്ളവരെയും ആരാധിക്കുന്നു എന്ന് വന്നില്ലേ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുന്നു എന്ന് വന്നില്ലേ? അള്ളാഹുവിനോട് സഹായം തേടുന്നു, മറ്റുള്ളവരോടും സഹായം തേടുന്നു എന്ന് വന്നില്ലേ? അപ്പോൾ മാത്രമാണ് പ്രാമുഖ്യം. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹയുടെ പേരിൽ തന്നെ ഒരു വാള്യം തഫ്സീർ ഒരു ഫൈസി ഇറക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളിടത്ത് 2 സ്ഥലത്തും വരുന്ന മാത്രം ഒഴിവാക്കി അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയേണ്ടടുത്ത് അള്ളാഹുവിനെ
ഞങ്ങൾ ആരാധിക്കുന്നു എന്നും അള്ളാഹുവിനോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നും എഴുതുകയുണ്ടായി. എത്ര വലിയ അപകടമാണിത്! ഇത് അപകടം തന്നെയല്ലേ? നോക്കുക, ഏത് ഘട്ടത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ഇദാ സഅലക ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. അപ്പോൾ തർക്കവും ചോദ്യങ്ങളും മറുവാദങ്ങളും ഉടലെടുത്തു. എന്തേ? എല്ലാ ചോദ്യത്തിലുമാണോ? എല്ലാ സഹായ തേട്ടത്തിലുമാണോ? അല്ല. മറിച്ച് ചോദിക്കേണ്ട മാനുഷികമായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ പരസ്പരം ചോദിക്കാവുന്നതാണ്. അതിൽ തർക്കമില്ല. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിന്റെയും നന്മയുടെയും തഖ്വയുടെയും കാര്യത്തിൽ, ഒരു മനുഷ്യനെ സഹായിക്കുന്ന കാര്യത്തിൽ പരസ്പര സഹായവും സഹകരണവും അങ്ങോട്ട് ചെയ്തു കൊടുക്കലും തീർച്ചയായും ചെയ്യാവുന്നതാണ്. അത് നന്മയുടെ വിഷയത്തിലാണെങ്കിൽ, സദഖ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിൽ, ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിൽ അത് കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്, കൂലി ലഭിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ശത്രുതയിൽ പാടില്ല, തിന്മയിൽ പാടില്ല എന്നും മനുഷ്യന്റെ പരസ്പര സഹായ വിഷയത്തിൽ ഖുർആൻ ഖണ്ഡിതമായി കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഹദീസുകളിൽ ഇതിന്റെ വിശദീകരണവുമുണ്ട്. എന്നാൽ മനുഷ്യന്റെ കഴിവിനപ്പുറം, സൃഷ്ടികളുടെ കഴിവിനപ്പുറം എന്നല്ല. സൃഷ്ടികൾക്ക് പലതരത്തിലുള്ള കഴിവുണ്ട്. ജിന്നുകൾക്ക് മനുഷ്യനില്ലാത്ത പല കഴിവുമുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ മലക്കുകൾക്ക് മനുഷ്യനില്ലാത്ത പല കഴിവുമുണ്ട്. പക്ഷേ അത് സ്വതന്ത്രമായിട്ട് അവർക്ക് ഇടപെടാൻ കഴിയില്ല മനുഷ്യനുമായിട്ട്. അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥ കൊടുത്തിട്ടില്ല. നോക്കുക, വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ് ബദറിൽ. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇൻ തൗലിക ഹാദിൽ ഉസാബ ലൻ തഅബുദ ഫിൽ അർളി അബദാ. ഈ ചെറു സംഘമെങ്ങാനും ഈ ഭൂമിയിൽ നശിക്കപ്പെടുകയാണെങ്കിൽ, ദാ യുദ്ധം ചെയ്യാൻ പോവാ, ഈ ബദറിൽ എല്ലാ മുസ്ലിങ്ങളും നശിക്കപ്പെടുകയാണെങ്കിൽ, തോൽക്കുകയാണെങ്കിൽ, കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇവിടെ നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിന്നോട് മാത്രം സഹായം തേടുന്ന ചെറു സംഘം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ സംഘത്തെ വിജയിപ്പിക്കണമേ എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൈയും ഉയർത്തി തന്റെ കക്ഷം വെളിവാകുന്ന രീതിയിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് സൂറത്തുൽ അംഫാലിലൂടെ ആയത്തിറങ്ങുകയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ സഹായം തേടിയപ്പോൾ എന്നാണ്. അതെന്താണ് ഈ സഹായം തേട്ടം? ബദറിൽ വിജയിപ്പിക്കാനാണ്. എന്താ സഹായത്തേട്ടം? പ്രാർത്ഥനയല്ലേ അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ. പ്രാർത്ഥനയും ഇസ്തിഗാസയും ഒന്നായിട്ടാണ് ഇവിടെ പറഞ്ഞു തന്നത്. ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി. എങ്ങനെയാണ് ഉത്തരം നൽകിയത്? അന്നീ മുമിദ്ദുകും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. തുടരെയായി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ടാണ് സഹായത്തേട്ടം. അള്ളാഹു ഈ സഹായത്തേട്ടത്തിനെ അങ്ങനെയാണ് സഹായിച്ചത്. ജിബ്രീലെ രക്ഷിക്കണേ, മീകായിലെ സഹായിക്കണേ, അതേപോലെ തന്നെ മലക്കുൽ മൗത്തെ, ബദറിൽ ഞങ്ങൾക്ക് ആളുകൾ കുറവാണ്, ആയുധങ്ങളില്ല. അതേപോലെ മുൻകറേ, നക്കീറേ, റക്കീബേ, അതീദേ, റിദ്വാനെ, മാലിക് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മനുഷ്യരൂപത്തിൽ തന്നെ വന്നിട്ടുള്ള, ദിവ്യ സന്ദേശവുമായി വന്നിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെയോ മറ്റോ വിളിച്ചുകൊണ്ടല്ല സഹായം തേടിയത്. മറിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ചാണ് സഹായം തേടിയത്. പക്ഷേ നമുക്കറിയാത്ത രൂപത്തിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു നമ്മളെ സഹായിക്കുകയാണ് ഉണ്ടായത് ബദറിൽ. അതേസമയം തൊട്ടടുത്ത് തന്നെ അബൂജഹലും പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിനോട് മാത്രം ആ സമയത്ത്. എന്താ? ഈ രണ്ട് കക്ഷികളിൽ ഒന്ന് സത്യത്തിന്റെ കക്ഷിയാണ്. ആ കക്ഷിയെ വിജയിപ്പിക്കണമേ എന്നാണ് അബൂജഹലിന്റെ പ്രാർത്ഥന. നോക്കുക, രണ്ടാളും ആ വേളയിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ആ രണ്ട് പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുന്നു. എന്തേ അബൂജഹലിന്റെ പ്രാർത്ഥന? സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണേ. സത്യത്തിന്റെ കക്ഷിയല്ല അബൂജഹലിന്റെ കക്ഷികൾ. അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അബൂജഹലിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അതേപോലെ
ഭൂമിയിൽ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം നേർച്ച വഴിപാടുകൾ നേരുന്ന സത്യത്തിന്റെ കക്ഷികളായ മുവഹീദുകൾ, അവരെ വിജയിപ്പിച്ച് സഹായിക്കണമേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയും അവിടെ സ്വീകരിക്കപ്പെടുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ട്. സുന്നികൾക്കിടയിലല്ല, അതേപോലെ ജമാഅത്തുകാർക്കിടയിലല്ല, ജമാഅത്തുകാരും മുജാഹിദുകളും തമ്മിലല്ല ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതല്ലെങ്കിൽ തബ്ലീഗുകാരും മുജാഹിദുകളും തമ്മിലല്ല അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ വിഷയകമായി മുസ്ലിങ്ങളിൽ മുജാഹിദുകൾക്കിടയിൽ തന്നെ വലിയ ഗൗരവമായ ചർച്ചയും വാദകോലാഹലങ്ങളും നടക്കുകയാണ്. ഏതാണ് സഹോദരന്മാരെ ശരി? അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക, മനുഷ്യർക്ക് അവരുടെ കഴിവിൽ അപ്പുറത്തുള്ളതൊക്കെയും അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. അത് വിജനപ്രദേശത്തായാലും, അത് കരയിലായാലും, അത് കടലിലായാലും, അത് മരുഭൂമിയായാലും, എവിടെയായാലും അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്നുള്ള തൗഹീദിന്റെ മർമ്മപ്രധാനമായ വിഷയത്തിൽ നിന്ന് പുറം തിരിഞ്ഞുകയും അതിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്തുകൊണ്ട് ചില കക്ഷികൾ ഇന്ന് യാ ഇബാദി അല്ലാഹ് ഗൈസൂനി, യാ ഇബാദി അല്ലാഹ് ഗൈനൂനി, വിജനപ്രദേശത്ത് ഒരു മനുഷ്യൻ കുടുങ്ങിയാൽ, പ്രയാസവേളയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ, യാ ഇബാദി അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകളെ, അഗൈസൂനി അല്ലെങ്കിൽ അഗൈനൂനി, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയാം, വിളിച്ചു പറയാം, സഹായം തേടാം എന്നായി. എന്നിട്ടോ ലോകത്ത് ഇന്നേ വരെ ഒരു തഫ്സീറുകളിലും ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒരു പണ്ഡിതന്മാരുടെ വിശദീകരണത്തിലും ഇല്ലാത്ത രൂപത്തിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ചില ആളുകൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്തു, അതിൽ മലക്കുകളും ജിന്നുകളും പെടുമെന്ന്. നഊദു ബില്ലാഹ്. ഇതെന്നിട്ട് ആരുടെ പേരിലാണ്, ആരുടെ തലയിലാണ് വെച്ച് കെട്ടിയത്? ഇമാം അഹമ്മദിന്റെ പേരിലും. ആരാണ് ഇമാം അഹമ്മദ് എന്നും കൂടി അറിയണം. പണ്ട് കാലത്ത്, രാജാക്കന്മാരുടെ കാലത്ത് 2 വാദമുണ്ടായിരുന്നു. ഇമാം മാലിക് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്താ വാദം? ഖുർആൻ സൃഷ്ടിയാണ് എന്നൊരു വാദം, അതേപോലെ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വചനമാണ് എന്നൊരു മറ്റൊരു യഥാർത്ഥ സത്യമായിട്ടുള്ള വാദം. ഈ 2 വാദമുണ്ടാകുമ്പോൾ അവിടെയുള്ള ഭരണാധിപന്മാരുടെ വാദം ഫൽസഫക്കാരുടെയും യുക്തിവാദികളുടെയും വചനശാസ്ത്രക്കാരുടെയും വാദമായിരുന്നു ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയാണ് എന്ന്. അതിന് മറുപടിയായിട്ട് ഇമാം അഹമ്മദ് പറഞ്ഞിരിക്കുന്നത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഹദീസാണ്, എന്ന പ്രാർത്ഥനയാണ്. സൃഷ്ടികളിൽ ആരോടും തന്നെ സഹായം തേടാൻ പാടില്ല. സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന സകല കെടുതികളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു, അള്ളാഹുവിന്റെ പൂർണ്ണ വചനങ്ങൾ മുഖേന ഞാൻ പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആ മഹാനുഭാവനെ അതിന്റെ പേരിൽ തന്നെ തുറുങ്കിലടക്കുകയും ചെയ്തു ഭരണാധിപന്മാർ. ഇതാണ് ചരിത്രം, ഇതാണ് യാഥാർത്ഥ്യം. എന്നിരിക്കെ ഇമാം അഹമ്മദിന്റെ പേരിൽ പോലും മഅഖൂഫ് ഹസൻ എന്ന പേരിൽ, ലൈഫ് അല്ല എന്ന പേരിൽ സൃഷ്ടികളോട് സഹായം തേടുന്നത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതാണ്. അത് ശിർക്കാവുകയില്ല, അത് അഭൗതികമാവുകയില്ല, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താവുകയില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽപ്പെട്ടതാണ് എന്നൊക്കെയുള്ള തർക്കം നടത്തിക്കൊണ്ട് ചില ആളുകൾ സമൂഹത്തെ ദുരവസ്ഥയിലേക്ക്, ദുരന്തത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് വേളയിലും ഏത് ഘട്ടത്തിലും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, സഹായം തേടാൻ പാടുള്ളൂ. നമ്മൾ കേട്ടു ഇതേപോലുള്ളൊരു വാദഗതി, ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നതേ ഉള്ളൂ, സഹായം തേടുന്നേ ഉള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് കുറെ കാലഘട്ടമായി നമ്മൾ ഒരു കോണിൽ നിന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് സമസ്തക്കാരുടെ കോണുകളിൽ നിന്ന് മാത്രമായിരുന്നു. അവരാണ് പറഞ്ഞത് മൊയ്തീൻ ശൈഖിനെ ഞങ്ങൾ ആരാധിച്ചിട്ടില്ല, മൊയ്തീൻ ശൈഖിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുമില്ല. ദുആ അഥവാ ആരാധനയാകുന്ന ദുആ, ആരാധനയാകുന്ന പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുകയും അത് യഥാവിധി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് ഞങ്ങൾ എന്ന് അവർ വാദിച്ചുകൊണ്ടേയിരിക്കുന്നു.
എവിടെ കേട്ടു നമ്മൾ അത് കാര്യമായിട്ട്? മണ്ണാർക്കാട് സംവാദത്തിൽ അത് കേട്ടു. അലവി സഖാഫി മാളിയേക്കൽ, അലവി സഖാഫി കൊളത്തൂരും അതേപോലെ തന്നെ സുലൈമാൻ മാളിയേക്കലും വാദിക്കുകയുണ്ടായി. രണ്ട് പ്രാർത്ഥനയുണ്ട്, രണ്ട് തരം പ്രാർത്ഥനയുണ്ട്. ഒന്നാമത്തെ ഇനം ഇതാണ്, ആരാധനയാകുന്ന പ്രാർത്ഥന. ഉദാഹരണം നമസ്കാരം പോലെ. എന്നാൽ ആരാധനയല്ലാത്ത ചില പ്രാർത്ഥനകളുണ്ട്. അത് ഔലിയാക്കന്മാരോടും നബിമാരോടുമാകാം. അത് അനുവദനീയമാണ്, അത് തെറ്റില്ലാത്ത കാര്യമാണ് എന്നാണ് അവര് കാര്യമായി അവിടെ വാദിച്ചത്. എന്നാൽ അവരുടെ വാദങ്ങൾക്ക് മറുപടി പറയാനും ഗണ്ണിക്കാനും വന്നിട്ടുള്ള അതേ പണ്ഡിതൻ അവിടെ നിന്ന് കൃത്യമായി മറുപടി പറയുകയുണ്ടായി. ഖുർആനിലുള്ള പ്രാർത്ഥനകളിൽ, ഹദീസുകളുടെ പ്രാർത്ഥനകളിൽ, അതേപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ധാരാളം പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹുവോടല്ലാതെ റബ്ബി എന്നോ റബ്ബന എന്നോ അല്ലാഹുമ്മ എന്നോ അല്ലാതെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയെങ്കിലും ഉദാഹരണത്തിന് സാമ്പിളിനെങ്കിലും കാണിച്ചു തരുമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ സമസ്തക്കാർ മുട്ടുമടക്കുകയുണ്ടായി, ഉത്തരം മുട്ടിപ്പോകുകയുണ്ടായി. എന്നാൽ അവരുടെ അതേ വാദഗതിയിലേക്ക് അന്ന് ഉത്തരം പറഞ്ഞ, അന്ന് അവർക്ക് ഖണ്ഡനം പറഞ്ഞിട്ടുള്ള ആള് എത്തിപ്പെട്ടുപോയി, അദ്ദേഹത്തിന്റെ അനുയായികളും. എന്താ ഇവര് പറയുന്നത്? ആരാധന രണ്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ. ആരാധിച്ചാൽ ഉത്തരം നൽകും. ജിന്നിനെ അല്ലെങ്കിൽ പിശാചിനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ പിശാചിന്റെ കഴിവിൽപ്പെട്ട ചില കാര്യങ്ങൾ പിശാച് അവന്റെ അനുയായികൾക്ക് ചെയ്തു കൊടുക്കും, സഹായിക്കും എന്നാ പറഞ്ഞത്. ആരാധിച്ചാലും പൂജിച്ചാലും. എന്നാലോ പ്രാർത്ഥിച്ചാൽ പിശാചിന് സഹായിക്കാൻ കഴിയുകയില്ല എന്നും. ഇത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്. ഏതാണ് ആയത്ത്? വഖാല റബ്ബുക്കും അദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഈ ആയത്ത് അറിയാത്ത ഒരു മുജാഹിദുകാരൻ ഉണ്ടാവോ? വഖാല റബ്ബുക്കും, നിന്റെ രക്ഷിതാവ് പറയുന്നു, ഉദ്ഉനി, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, എന്നോട് തേടൂ, എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കാതെ മോട്ട് കാണിച്ച് അഹങ്കരിച്ചുകൊണ്ട് ഗർവ് നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് പോയവർ, അവരെ പറ്റിയിട്ടാണ് പറയുന്നത്. സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട് പിന്നീട് അവർ നരകത്തിൽ പ്രവേശിക്കും. ആദ്യം പറഞ്ഞത് ദുആയാണ്, രണ്ടാമത് അതേ ആയത്തിന്റെ തുടർച്ചയായി പറഞ്ഞതോ ദുആ തൊട്ട് ഇബാദത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും. ആ ഉത്തരം ചെയ്യുന്ന ദുആ സംബന്ധിച്ച് ആരാധന ഇബാദത്ത് എന്നാണ് ഖുർആനിൽ ഒറ്റ വചനത്തിൽ തന്നെ നമ്മളോട് പഠിപ്പിച്ചു തന്നത്. ഇതുപോലുള്ള വാദഗതികൾക്ക് കൃത്യമായ മറുപടി ഖുർആൻ കൊണ്ട് തന്നെ ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. അദ്ദുആ വൽ ഇബാദ. ഇത് കേൾക്കാത്ത, ഈ ഹദീസ് അറിയാത്ത ആരും ഉണ്ടാവില്ല. അദ്ദുആ വൽ ഇബാദ, ദുആ അത് തന്നെയാണ് ആരാധന. ദുആ അന്തർലീനമല്ലാത്ത ഏതെങ്കിലും ആരാധനയുണ്ടോ? ഒരാരാധനയുമില്ല. വെറും കൈ രണ്ടും ഉയർത്തി അല്ലാഹുവേ പൊറുക്കണേ, അല്ലാഹുവേ സഹായിക്കണേ, അല്ലാഹുവേ ഭക്ഷണം തരണേ, അല്ലാഹുവേ കുട്ടിയെ തരണേ, അല്ലാഹുവേ രോഗം മാറ്റണേ, ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമാണോ ദുആ? അല്ല. നമസ്കാരം ദുആ ആണ്, സലാത്തിന് ദുആ എന്നുള്ള അർത്ഥമില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, പുകമറ സൃഷ്ടിക്കുകയാണ് സമൂഹത്തിൽ. വലിയ അപകടവാദവുമായി ചില ആളുകൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തരം വിഷയങ്ങൾ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അജഅൽതനി വല്ലാഹു അദ്ലൻ ബൽ മാ ശാ അല്ലാഹു വഅദഹു. എങ്ങനെയൊക്കെ ശിർക്ക് വരും, അതും കൂടി നമ്മൾ സൂക്ഷിക്കണം. നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന, നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്ക് തോന്നാവുന്ന കാര്യത്തിൽ പോലും
ശിർക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ശിർക്ക് പതിയിരിക്കുന്നുണ്ട് എന്നർത്ഥം. എന്ത് നീ എന്നെ അള്ളാഹുവിന് സമമാക്കിയോ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് മാത്രം നിങ്ങൾ പറയുക. അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹാബി റസൂലിനെ അഭിമുഖീകരിച്ചപ്പോൾ റസൂല് പറഞ്ഞ മറുപടിയാണ്, നീ എന്നെ അള്ളാഹുവിന് സമമാക്കുകയാണോ എന്ന്. നോക്കുക സഹോദരന്മാരെ, അതുപോലും അപകടമാണ്. തൗഹീദിന്റെ കൃത്യമായ പാതയും ആ രാജപാതയും അതിന്റെ വെളിച്ചവും നമുക്ക് കിട്ടിയാൽ മാത്രം പോരാ, അത് അറിഞ്ഞാൽ മാത്രം പോരാ, അതിൽ നമ്മൾ എപ്പോഴും സഞ്ചരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അത് ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടതുണ്ട്. ലാ തഖൂലു മാശാ അല്ലാഹു വശാഅ ഫുലാൻ വലാകിൻ ഖൂലു മാശാ അല്ലാഹു സുമ്മ ശാഅ ഫുലാൻ. അള്ളാഹുവും ഇന്ന മനുഷ്യനും ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹു ഉദ്ദേശിച്ചതും പിന്നെ ഇന്ന വ്യക്തി ഉദ്ദേശിച്ചതും എന്ന് മാത്രം നിങ്ങൾ പറയുക എന്നാണ് ദാവൂദിന്റെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒരാള് മഴ കാരണം മുസ്ലിമായി, ഒരാള് മഴ കാരണം തന്നെ അവിശ്വാസിയുമായി. എങ്ങനെ? മഴ അള്ളാഹുവാണ് വർഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസം ശരിയാണ്, യാതൊരു തകരാറുമില്ല. ഞാറ്റുവേല കാരണമാണ് മഴ പെയ്തത് എന്ന് പറഞ്ഞാൽ, നക്ഷത്രം കാരണമാണ് മഴ വന്നത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കഴിവിൽ അവന് മാത്രം അവകാശപ്പെട്ടതിൽ പങ്കുചേർക്കലായി. സഹോദരന്മാരെ, അറിഞ്ഞും അറിയാതെയും നമ്മൾക്കിടയിൽ പലർക്കും ഉണ്ടായി പോകുന്നതല്ലേ. അതേപോലെ നേർച്ച അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും നടത്താൻ പാടുള്ളതല്ല. സത്യം ചെയ്യൽ അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ ആകാൻ പാടില്ല. എന്നാൽ സമൂഹത്തിലോ അത് ഇന്ന് കാണുന്നത് അള്ളാഹുവിന് പുറമേയുള്ള പേരിലാണ്. അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ അറുക്കാൻ പാടുള്ളൂ. നിങ്ങൾ അറുക്കുന്ന ആ ഉരുവിന്റെ അല്ലെങ്കിൽ ആടുമാട് ഒട്ടകം ഏതായാലും അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. നമ്മളാണത് തിന്നുന്നത്, നമ്മളാണ് അത് തിന്നിട്ട് അത് രുചിച്ചിട്ട് അത് ആസ്വദിക്കുന്നത്. അതിൽ നിന്നുള്ള തഖ്വ മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമേ ബലിയർക്കാൻ പാടുള്ളൂ. എന്നാൽ മൊയ്തീൻ ഷേഖിന്റെ പേരിൽ, ജിലാനി ഷേഖിന്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എല്ലാ കാലത്തും ഉണ്ടല്ലോ ഇത്തരം ശിർക്കുകൾ. റമദാനിൽ പോലും ആളുകൾ അതിൽ നിന്ന് ഒഴിവല്ല. റമദാനിൽ ബദരീങ്ങളുടെ പേരിലാണ് അറുക്കുന്നത്, നേർച്ച നേരുന്നത്, അതേപോലെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ ജീലാനിന്റെ പേരിലായിരിക്കും, വേറൊരു സമയത്താണെങ്കിൽ ആണ്ടുകളായിരിക്കും നടക്കുക, ഔലിയാക്കന്മാരുടെയും മറ്റുമൊക്കെ പേര് പറഞ്ഞുകൊണ്ട്. ഏതായാലും അതൊക്കെയും അങ്ങേയറ്റത്തെ പാതകമാണ്, കുറ്റമാണ്. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ളുൽമ എന്നാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം, ഏറ്റവും വലിയ അക്രമം, ഏറ്റവും കൊടിയ പാപം, അതിനേക്കാൾ വലിയ പാപമില്ല, അതിനേക്കാൾ വലിയ അക്രമവും അതിക്രമവുമില്ല. അത് ശിർക്ക് തന്നെയാണ്, ആ കൊടിയ പാപമാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുമ്പോഴും നേർച്ച നേരുമ്പോഴും ബലിയറക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്നത്. ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി അൻ യഅബുദു വലാ യുശ്രികൂ ബിഹി ശൈഅ വഹഖ്ഖൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികൂ ബിഹി ശൈഅ. അടിമയുടെ മേൽ അള്ളാഹുവിന്റെ അവകാശം എന്നാണ് പറഞ്ഞത് അവനെ മാത്രം ആരാധിക്കലാണ്. അങ്ങനെ അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഒന്നിനെയും പങ്കു ചേർക്കാതിരുന്നാൽ അള്ളാഹുവിന് അവന്റെ പേരിൽ ഉത്തരവാദിത്വം വന്നു, ബാധ്യത വന്നു. അങ്ങനെ ശിർക്ക് ചെയ്യാതെ മുവഹിദായി ജീവിച്ചു പോയ മനുഷ്യന് അള്ളാഹു സ്വർഗം കൊടുക്കും, പാപം മോചനം നൽകും എന്നുള്ളതാണ്. അവനെ നരകത്തിൽ ശാശ്വതമായി ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് അള്ളാഹു നൽകിയിട്ടുള്ള ഓഫറാണ് സഹോദരന്മാരെ. ശിർക്ക് ചെയ്യാതിരിക്കുന്ന ആൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഒരു ഹദീസിൽ കാണാം, അയാള് വ്യഭിചാരിയാണെങ്കിലും അയാള് കുടിയനാണെങ്കിലും എന്തെന്ത് തെറ്റ് ചെയ്താലും അയാള് ശിർക്ക് ചെയ്യാതെ മരിച്ചു പോയെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത്
അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. എന്നാൽ നേരെ തിരിച്ച് ഒരു മനുഷ്യൻ എപ്പോഴും നമസ്കരിക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള റസൂലിന്റെ ചര്യകളും അതേ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും തൗഹീദ് ഒഴികെ അതിൽ ശിർക്ക് കലർന്നുകൊണ്ട് അവൻ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അയാളെ പ്രത്യക്ഷത്തിൽ നമ്മൾ നല്ല ആളെന്നാണ് വിധി പറയുക, നല്ല മുഅ്മിൻ എന്നാണ് പറയുക, നല്ല മുത്തഖി എന്നാണ് പറയുക. പക്ഷേ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ആ മനുഷ്യനേക്കാൾ മോശപ്പെട്ട ഒരാളില്ല. വ്യഭിചാരിയേക്കാളും കള്ളുകുടിയനാക്കാട്ടും കൊലപാതകിയേക്കാളും ഏറ്റവും മോശമായ ഒരാളാണ് അള്ളാഹുവിന്റെ കണ്ണിൽ, ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ആ മനുഷ്യൻ. അയാൾക്ക് സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാവുകയും ചെയ്യുകയാണ്. അത്രമാത്രം അപകടമായ ഒരു വിഷയമാണ് ശിർക്ക് എന്നുള്ളത്. അല്ലാ നഅ്ബുദു ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും തന്നെ ആരാധിക്കാൻ പാടില്ല. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാ അന ഫഅബ്ദുനി, നിശ്ചയം ഞാൻ തന്നെയാണ് അല്ലാഹു. അല്ലാഹു പറയുകയാണ്, ഞാനല്ലാതെ ആരാധ്യനയില്ല, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുകയാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, സർവാധിപനും ഏകനുമായ അല്ലാഹു അല്ലാതെ മറ്റാരാധ്യനയില്ല. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്, ഒരൊറ്റ ആരാധ്യനല്ലാതെ മറ്റു ആരാധ്യനയെ നിങ്ങൾക്കില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ മറ്റാരാധ്യനയില്ല. ആ അല്ലാഹുവിന്റെ പ്രത്യേകത പറയുന്നത് ഹയ്യൻ, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എന്നും നിലനിൽക്കുന്നവനാണ്, എല്ലാ കഴിവുമുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അല്ലാഹുവിനല്ലാതെ ഇങ്ങനെ ഒരു വിശേഷണ ഗുണം കാണാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു ഉറങ്ങുകയില്ല, അള്ളാഹുവിന് മറവി ഉണ്ടാവുകയില്ല, അള്ളാഹുവിന് തൂങ്ങിയുറക്കമുണ്ടാവുകയില്ല, അള്ളാഹുവിന് ചാപല്യം സംഭവിക്കുകയില്ല, അള്ളാഹുവിന് രോഗം സംഭവിക്കുകയില്ല. അള്ളാഹു ഇതിൽ നിന്നൊക്കെ മുക്തനാണ്. അങ്ങനെയുള്ള ഏക ശക്തി അള്ളാഹു മാത്രമായിരിക്കെ അവന് പുറമെ പ്രാർത്ഥനയും ആരാധനയും നേർച്ച വഴിപാടുകളും അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു ആരാധനയുടെ ഒരു വിഷയവും മറ്റു കോണുകളിലേക്കോ മറ്റു കേന്ദ്രങ്ങളിലേക്കോ നീങ്ങിപ്പോകാൻ പാടില്ല. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്തേ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതിന്റെ താല്പര്യം തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. വേറൊരു സ്ഥലത്ത് പറഞ്ഞത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നാണ്. അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ആരാധിക്കണം എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു തൗഹീദ് എന്നൊക്കെ അറിയപ്പെടുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് നമുക്കറിയാം. അള്ളാഹുവിനെ സംബന്ധിച്ചാണ് കൃത്യമായി വളരെ രഹസ്യമായ ചെറു രൂപത്തിൽ, ഗുളിക രൂപത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്നത്. ആ അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് നമ്മൾ നൽകുകയും ചെയ്യണം. അല്ലാത്ത ഒരു കേന്ദ്രത്തിലേക്കും ആരാധന വഴിപാടുകൾ മാറാൻ പാടില്ല. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്നാണ് നമ്മളോട് പഠിപ്പിച്ചു തന്നത്. നിങ്ങൾക്ക് മുമ്പുള്ളവരോടും അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ് എന്ന കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക. നിങ്ങളോടും നിങ്ങൾക്ക് മുമ്പുള്ളവരോടും കൽപ്പിച്ചത് അതാണ്. റസൂലിനോട് തന്നെയും എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുമറിൽ കാണാം, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിനക്ക് മുമ്പുള്ളവർക്കും വഹി നൽകിയ കാര്യം ഇതത്രേ. എന്താണത്? തൗഹീദിന്റെ കാര്യം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട കാര്യം. നീ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ലൈൻ അശ്റക്ത, നീ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ലയഹ്ബതന്ന അമലുക, നിന്റെ സകല കർമ്മങ്ങളും നിഷ്ഫലമായി പോകും, നഷ്ടപ്പെട്ടു പോകും, പായവേലയായി പോകും. മാത്രമല്ല നീ നഷ്ടക്കാരിലും പരാജിതരിലും പെടുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധന വഴിപാടുകൾ നമ്മൾ നേരേണ്ടതുണ്ട്, മറ്റാർക്കും പാടില്ല. ഖുർആനിൽ കാണാം, ലഹു ദഅവത്തുൽ ഹഖ്, ലഹു ദഅവത്തുൽ ഹഖ്, അവനോട് മാത്രമേ ന്യായമായ പ്രാർത്ഥന പാടുള്ളൂ, മറ്റാരോടും പാടില്ല എന്ന്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇ. എന്തേ അത് പറയാൻ വെറുതെ പറഞ്ഞു പോയതല്ല. അള്ളാഹുവിന് പുറമെ ആരോടെല്ലാം
അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരാരും തന്നെ മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, മലക്കുകളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സാദാത്തുക്കളാകട്ടെ, ആലിമുകളാകട്ടെ, നബിമാരാകട്ടെ, ആരാകട്ടെ, അവർക്കൊന്നും തന്നെ ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല. ലാ യസ്തജീബൂന ലഹും ബിശൈഇ, ഒരു വസ്തുവിനും തന്നെ പ്രാർത്ഥനക്ക്, ആരാധനക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. ആരാധിച്ചാൽ ഫലം കിട്ടുമോ? ഒരിക്കലുമില്ല. ജിന്നിനെ പൂജിച്ചാൽ, ആരാധിച്ചാൽ ജിന്നെ സഹായിക്കുമോ? സഹായിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അതിന് ഫലം കിട്ടുമോ? ഇല്ല. കള്ളു കുടിച്ചാൽ കിട്ടുന്ന ഫലം പോലെ, വ്യഭിചരിച്ചാൽ കിട്ടുന്ന സുഖം പോലെ ചില സുഖവും ഫലവും കിട്ടും എന്നൊക്കെ ചില കോണുകളിൽ നിന്ന് കേൾക്കുന്നു. ഒരിക്കലും ഇല്ല. ലാ ബുർഹാന ലഹു ബിഹി, യാതൊരു തെളിവും അതിന് ഹാജരാക്കാൻ കഴിയില്ല. ശിർക്ക് ചെയ്യുന്നവർക്ക് ഫലമുണ്ടാവൂല. അത് മിഥ്യാധാരണ മാത്രമാണ്, തോന്നലുകൾ മാത്രമാണ്. അപ്പം ചിലര് പറയും, ഇതാ നമ്മുടെ അടുത്ത നാട്ടില് ഇവിടെ വാരത്ത് പോലും ഒരു അജ്ജൊക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരു ആജിയാര് തുലാഭാരം നടത്തിയപ്പോ കുട്ടീനെ കിട്ടിയിട്ടില്ലേ? തോന്നലാണ്. കുട്ടീനെ കിട്ടൂല. രോഗം മാറാതെ മാറാവ്യാധി ബാധിച്ച ആള് എത്ര ആള് വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിട്ടപ്പോൾ, അവിടെ ഒന്ന് വലയം ചെയ്തപ്പോൾ, അവിടെ പോയിട്ട് നേർച്ചർപ്പിച്ചപ്പോൾ നമ്മളുടെ ആഗ്രഹം സഫലീകരിച്ചിട്ടുണ്ടല്ലോ. പയ്യന്നൂരിലെ നബീസ് അതിന് ഉദാഹരണമുണ്ട്, ഗുരുവായൂരിൽ ഇന്നാക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഉദാഹരണം പറയാറുണ്ട്. അത് തോന്നല് മാത്രമാണ്, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹുവാണ് കൊടുക്കുന്നത്. അതറിയാത്ത ആരുണ്ട്? പിശാചിന് കൊടുക്കാൻ കഴിയുമോ? പിശാചിന് കൊടുക്കാൻ, കുട്ടിയെ കൊടുക്കാൻ പിശാചിന് കഴിയുമോ? റബ്ബി അബ്ലി മിനസ് സാലിഹീൻ, അള്ളാഹുവേ എനിക്ക് സൽസന്താനത്തെ പ്രദാനം ചെയ്യണമേ. പ്രവാചകന്മാരുടെ പ്രാർത്ഥന നമ്മൾ പഠിച്ചപ്പം പഠിച്ചതല്ലേ? അതേപോലെ ഫൈദാ മരിൽത ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ എന്റെ രോഗം മാറ്റുന്നത് നീയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമുക്കറിയാവുന്നതല്ലേ? അള്ളാഹുവിന് മാത്രമല്ലേ രോഗം മാറ്റാൻ കഴിയൂ. എന്നാൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? പിശാച് രോഗം മാറ്റും. എന്താണ് ആ കഥ? എങ്ങനെയാണ് നീങ്ങുന്നതെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പിശാചിന് ഇഷ്ടപ്പെടുന്ന ചില ആരാധനകൾ, ചില പൂജകൾ, ചില വേലകൾ അത് ചെയ്യുക വഴി പിശാച് തൃപ്തനാകും. അങ്ങനെയാകുമ്പോ പിശാച് കാരണം ചില രോഗങ്ങൾ എനിക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പിശാച് തൽക്കാലം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ എനിക്ക് സുഖം വരും. അങ്ങനെ പിശാച് മുഖേന സുഖമുണ്ടാകും, പിശാച് മുഖേന രോഗമുണ്ടാവുകയും ചെയ്യും. ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന പുത്തൻ വാദങ്ങളാണിത്. മക്ബറയിൽ നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ സിയാറത്ത് ചെയ്യാനല്ലാതെ. എങ്ങനെ? ഖബറെ സന്ദർശിക്കുന്നത് മരണചിന്തയുണ്ടാകുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, അങ്ങനെ നബി പഠിപ്പിച്ചു തന്ന ആചാരവും സുന്നത്തും സ്വീകരിക്കുകയല്ലാതെ നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ പറയുന്നത് ഉള്ളാളത്ത് പോയാൽ ഫലം കിട്ടും, പക്ഷെ പോകരുത്. ഉള്ളാളത്ത് പോയാൽ കുട്ടിയെ കിട്ടും, ഉള്ളാളത്ത് പോയാൽ രോഗം മാറും. എങ്ങനെ രോഗം മാറും? പിശാചിന് ശിർക്ക് ചെയ്യുന്നത് സന്തോഷമാണ്. അങ്ങനെ നമ്മളെ ശിർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോ പിശാച് നമുക്ക് രോഗം ഉണ്ടാക്കും. എന്നിട്ട് പിശാച് തോന്നിപ്പിക്കുകയാണ്, ഉള്ളാളത്ത് പോ, ഏർവാടി പോ, അജ്മീറിൽ പോ, നാഗൂർ പോ, ഭീമാപ്പള്ളി പോ എന്ന് തോന്നിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോകുന്നു. അപ്പൊ പിശാച് നമ്മൾ ഇറങ്ങി വരികയാണ്. അങ്ങനെ നമ്മളെ രോഗം മാറുന്നു. പക്ഷെ അവിടെ പോകരുത്. നോക്കുക, പിശാച് പോലും അവകാശപ്പെടാത്തത് പിശാചിന് കൊടുക്കുകയാണ് ചില ആളുകൾ ചെയ്യുന്നത്. എത്ര വലിയ അപകടവാദമാണ്, അതിരുകവിഞ്ഞ വാദമാണിത്. ഇത് എവിടത്തേക്കാണ് എത്തിക്കുക? സൂഫി ഖാൻഖാഹുകളിലേക്ക്, ഇരുട്ടറകളിലേക്ക് മാത്രമേ, അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടുകൊണ്ട്, തഖ്വ നഷ്ടപ്പെട്ടുകൊണ്ട്, തവക്കുല് നഷ്ടപ്പെട്ടുകൊണ്ട് പിശാചിനെ വലിയ സൂപ്പർ പദവി നൽകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുക. പിശാച് മനുഷ്യരുടെ ശത്രുവാണെന്നതിൽ തർക്കമില്ല. കൃത്യമായി സൂറത്ത് ബഖറയിൽ നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമിനോട് വലാ തഖ്റബാ ഹാദിഹിഷ് ഷജറ എന്ന് അദ്ദേഹത്തോടും ഭാര്യയോടും പറഞ്ഞിട്ടും പിശാച് ദുർബോധനം നടത്തി. ദുർബോധനം നടത്താൻ കഴിയും, തർക്കമില്ല, സംശയമില്ല. എന്നല്ലാതെ
പിശാചിന് നമുക്ക് രോഗം ഉണ്ടാക്കി തരാൻ സാധിക്കുമോ? എങ്കിൽ വിശ്വാസികളിൽ അതേപോലെ തന്നെ നബിമാരിൽ ഒരു അയ്യൂബ് നബിയുടെ കാരണം പറഞ്ഞുകൊണ്ട്, അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അതിനെ പൊതുവായ കാര്യമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ. അയ്യൂബ് നബിയെ പരീക്ഷിക്കുകയാണ് ചെയ്തത്. അത് പിശാച് ഉണ്ടാക്കിയതല്ല, രോഗമല്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിന് പിശാച് രോഗമുണ്ടാക്കി എന്നുള്ളത് ഇവർ പറഞ്ഞ വാദപ്രകാരം ശരിയാണെന്ന് വന്നാൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ മുഴുവനും എന്താകും? പിശാച് രോഗമുണ്ടാക്കി കൊടുക്കും. ഏതുപോലെയാണത്? ചില ആൾക്കാര് ഇവിടെ ദൈവിക ഭരണം വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില പ്രവാചകന്മാരുടെ കഥ പറയാറുണ്ട്. സുലൈമാൻ നബി രാജാവായിരുന്നു എന്ന്, അതേപോലെ തന്നെ ദാവൂദ് നബി രാജാവായിരുന്നു, മുഹമ്മദ് നബിക്ക് ഭരണമുണ്ടായിരുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിന് പോലും ഭരണം കിട്ടിയിട്ടുണ്ട്. ഇസ്ലാമിക ഭരണം നടത്താൻ വേണ്ടി അവരുടെ ചരിത്രം അനവസരത്തിൽ വലിച്ചേക്കുന്ന ഉദാഹരണങ്ങൾ വലിച്ചേക്കുന്നത് പോലെ ചില ആളുകൾ ഇങ്ങനെയും ഉദാഹരണം പറയുകയാണ്. എങ്ങനെ? അയ്യൂബ് നബിക്ക് പിശാച് രോഗമുണ്ടാക്കിയെന്ന്. ഇത് ഇസ്ലാമിന്റെ ആശയത്തെ, അടിത്തറയെ പൊളിക്കലാണ്. രോഗമുണ്ടാക്കാൻ കഴിയില്ല പിശാചിന്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള കോടാനുകോടി മുസ്ലിങ്ങൾ എല്ലാവരും രോഗികളായിരിക്കും. നമുക്ക് ദുർബോധനം കിട്ടാത്ത വേളയുണ്ടാവും. മനുഷ്യന്മാരെ എന്തൊക്കെ പ്രലോഭനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു പിശാച്, എന്തൊക്കെ രീതിയിൽ വഴികേടിലാക്കുന്നുണ്ട് പിശാച്. അവന് പിടിച്ചൊരാളാക്കാൻ കഴിയുമെങ്കിൽ, രോഗം മാറ്റാൻ കഴിയുമെങ്കിൽ, വേദനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് മതിയല്ലോ. ഈ വ്യവസ്ഥ തന്നെ പൊളിഞ്ഞു പോകും. അതൊക്കെ അപകടകരമായ വാദം തന്നെയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹുവിനെ സംബന്ധിച്ച് ചോദിക്കുന്നവരോട് പറയാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഹബ്ലുൽ വരീദ് എന്നാണ് വേറൊരു സ്ഥലത്ത് പറഞ്ഞത്. കണ്ട നാടിയോളം അടുത്തിരിക്കുന്നവനാണ് അള്ളാഹു എന്ന്. അള്ളാഹുവിന് കഴിയാത്ത ഏതെങ്കിലും ഒന്ന് ഉണ്ടോ ഇവിടെ? അപ്പൊ ഏറ്റവും കാര്യമായിട്ട് ഖലാ ഖദറിലുള്ള വിശ്വാസത്തെ, നമ്മുടെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, ഈമാൻ ദുർബലപ്പെടുത്തുന്ന രീതിയിലാണ് ചില വാദമുഖങ്ങൾ പുരോഗമിച്ചു പോകുന്നത്. സഹോദരന്മാരെ, ശ്രദ്ധിക്കണം, ജാഗ്രത വേണം ഈ വിഷയത്തിൽ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ബിശൈഇൻ, അവന് പുറമെ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരാരും ഉത്തരം ചെയ്യാൻ കഴിയാത്തവരാണ്. ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല അവർക്ക്. വമൻ അളല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹ് മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇം ഗാഫിലൂൻ വഇദാ ഉശറ الناس കാനൂ ലഹും അദാൻ വകാനൂ ബിഇബാദതിഹിം കാഫിറൂൻ. അല്ലാഹുവിന് പുറമെ അന്ത്യനാൾ വരെയും ഉത്തരം നൽകാത്തവരോട് പ്രാർത്ഥിക്കുന്നവരേക്കാൾ, സഹായം തേടുന്നവരേക്കാൾ കൊടിയ, ഏറ്റവും പിഴച്ചവൻ മറ്റാരാണുള്ളത്? അതിക്രമി ആരാണുള്ളത്? അവരോ ഇവരുടെ പ്രാർത്ഥനയെ പറ്റി അശ്രദ്ധരാണ്. നമുക്കത് ഖുർആനിൽ നിന്ന് വ്യക്തമാണ്. സൂറത്ത് മാഇദയുടെ അവസാനത്തിൽ കാണാം, ക്രൈസ്തവ സമൂഹം നമ്മൾ ബഹുമാനിക്കുന്ന, അവര് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ട് അതിര് കവിഞ്ഞ ആരാധനയിലേക്ക് എത്തിപ്പോയിട്ടുള്ള ഈസാ നബിയെ പറ്റി ഇബ്നുല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. 3 ദൈവങ്ങളിൽ ഒരാള്, ട്രിനിറ്റി, ത്രിത്വം എന്നൊക്കെ പറയുന്നത് അതാണ്. അങ്ങനെ ഇബ്നുല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈസാ നബിയോട് തേടുന്നത്, ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നത് ഈസാ നബി അറിയുന്നില്ല. ഈസാ നബിയെ ഉയർത്തിയതിന് ശേഷം അവര് നടത്തുന്ന ശിർക്കുകളൊന്നും അറിയില്ല എന്നാണ് അള്ളാഹുവിനോട് മഹ്ശറിൽ വെച്ച് അദ്ദേഹം മറുപടി പറയുക. നോക്കുക, ഇതാണ് അവസ്ഥ. അത് ആരോട് പ്രാർത്ഥിച്ചാലും, അത് നബിമാരോട് പ്രാർത്ഥിച്ചാലും, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചാലും, ജിന്നിനോട് പ്രാർത്ഥിച്ചാലും, മരിച്ചവരോടും മൺമറഞ്ഞ മഹാന്മാരോടും ആരോട് പ്രാർത്ഥിച്ചാലും അവരൊന്നും പ്രാർത്ഥന കേൾക്കാൻ തന്നെ പോകുന്നില്ല. നിങ്ങൾ ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ, സഹായം തേടണം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചേക്കും. ചില ആൾക്കാർ ന്യായീകരിക്കുന്ന പോലെ ആരാധനയാകുന്ന സഹായത്തേട്ടത്തിനെ പറ്റിയാണ് പറഞ്ഞത്. മനുഷ്യരുടെ കഴിവിനപ്പുറത്ത് ആരോട് സഹായം തേടുന്നതും അത് ശിർക്കാണ് എന്നാണ് KNM ഇറക്കിയിട്ടുള്ള മദ്രസയിലെ
4ാം ക്ലാസ് മുതലുള്ള മദ്രസകളിലുള്ള പാഠപുസ്തകത്തിൽ പോലും വിശ്വാസ പാഠങ്ങളിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. കൊട്ടപ്പുറം സംവാദം മുതൽ നടന്നിട്ടുള്ള സകല സംവാദങ്ങളിലും ഇതേ തന്നെയാണ് വിഷയമുള്ളത്. ഏറ്റവും അവസാനം ബഹുമാന്യനായ KNMന്റെ സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി ഇറക്കിയിട്ടുള്ള സംവാദങ്ങളിലൂടെ വാദപ്രതിവാദങ്ങളുടെ എന്നുള്ള പുസ്തകത്തിൽ പോലും ഇത് തന്നെയാണുള്ളത്. മനുഷ്യ കഴിവിനപ്പുറം, കാര്യകാര ബന്ധങ്ങൾക്കപ്പുറം അദൃശ്യമായ നിലക്ക്, അഭൗതികമായ നിലക്ക് ഒരാളെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് സൃഷ്ടികളോട് തേടാം എന്നൊരു വാദം മുടന്തൻ വാദമാണ്. ഖുർആനിനും ഹദീസിനും എതിരായിട്ടുള്ള പുതിയ വാദമാണ്. അത് അപകടമാണ്, ലലാലത്തിന്റെ വാദമാണ്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു പറഞ്ഞ പോലെ തന്നെയുള്ള തെളിവുകളായി ഇവർ പറയുന്നത്. എന്തേ? അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, സഹായം തേടിയാൽ മതി, ഇസ്തിഗാസ നടത്തിയാൽ മതി, ഞങ്ങൾ തവസ്സുലേ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ ഇസ്തിഗാസ മാത്രമേ നടത്തുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ പണ്ട് പറഞ്ഞത് റേഡിയോ സ്റ്റേഷനായിരുന്നു. അവർ പറഞ്ഞ ഉദാഹരണം അതേപോലെ അവർ പറഞ്ഞ ഉദാഹരണം ട്രാൻസ്ഫോമർ ആയിരുന്നു. റേഡിയോ സ്റ്റേഷനിലേക്ക് നേരിട്ടല്ലല്ലോ വരുന്നത്, അതിനെന്തുണ്ട്, സ്റ്റേഷൻ ഉണ്ടല്ലോ, റേഡിയോയിലേക്ക് നേരിട്ടില്ലല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഉദാഹരണങ്ങളും പറഞ്ഞു. റേഡിയോ സ്റ്റേഷൻ പോലെ, ട്രാൻസ്ഫോമർ പോലെ എന്ന് പറഞ്ഞു. നമ്മൾ കറണ്ട് നേരിട്ട് ട്രാൻസ്ഫോമർ എടുക്കുന്നില്ല, അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ സ്വിച്ചിലേക്കൊക്കെ എത്തിയിട്ട് ആണ് ഇങ്ങനെ കറണ്ട് നമുക്ക് കിട്ടുന്നത്. നേരിട്ടായാൽ കത്തിപ്പോകും, അടിച്ചു പോകുന്ന പറഞ്ഞത്. വേറൊരു ഉസ്താദ് പറഞ്ഞതോ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൽ ഓർഡിനറി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലും സായം തടലും. അതേസമയം ഔലിയാക്കന്മാരോട്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരോട്, മൺമറഞ്ഞ മഹാന്മാരോടുള്ള സഹായത്തേട്ടം ബെൻസ് കാറിൽ സുഖകരമായി വളരെ വേഗത്തിൽ നടത്തുന്ന സഹായത്തേട്ടമാണ്. അത് അദ്ദേഹത്തിന്റെ കേവലം വാദം മാത്രമാണോ? അവരുടെ മുഖ്യമായ വാദം തന്നെയാണത്. എവിടെ കാണാം? അജബ്തു മുസ്രിയൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദു യാ അബ്ദുൽ ഖാദിർ യാ മുഹിയദ്ദീനി വല്ലനീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. വായ മൂടുന്നതിന് മുമ്പ് നമ്മളുടെ മനസ്സിലുള്ള വികാരങ്ങൾ കേൾക്കാനും നമ്മൾക്ക് സഹായം ചെയ്തിട്ട് നമ്മളെ സഹായിക്കാനും കഴിയും. ആർക്ക്? മൊയ്തീൻ ശൈഖിന്. അല്ലാഹ് പോലും ഈ ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പക്ഷെ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് 2 രീതിയിലാണ്. നമ്മൾക്ക് രോഗം വന്നു, ചിലപ്പോൾ അത് പരീക്ഷണമായിരിക്കാം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, പെട്ടെന്ന് ഉത്തരം നൽകുന്നില്ല, മാറുന്നില്ല എന്നർത്ഥം. അത് നമ്മളെ പരീക്ഷിക്കാനായിരിക്കും. ചിലപ്പോൾ അള്ളാഹു മാറ്റി തന്നേക്കാം. ആ ദുആ അള്ളാഹു കൂലിയായിട്ട് എണ്ണുന്നുണ്ട്, പരലോകത്തേക്ക് നീട്ടിത്തരുന്നുണ്ട്. ഇങ്ങനെ 2 രീതിയിലാണ് ഓരോ മനുഷ്യരുടെയും ദുആ അള്ളാഹു സ്വീകരിക്കുന്നത്. എന്നാൽ ഉടനടി അള്ളാഹ്ക്ക് പോലും ഉത്തരം നൽകാൻ കഴിയുന്നില്ലല്ലോ. ഇതാ ഉത്തരം തരുന്നത് മൊയ്തീൻ ശൈഖാണ്. എവിടെ എത്തിപ്പോയി സമൂഹം? ഇതുപോലെയുള്ള മുടന്തൻ ന്യായങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് ന്യായം? ട്രാൻസ്ഫോമർ പോലെ, റേഡിയോ സ്റ്റേഷൻ പോലെ, പ്രധാനമന്ത്രി പോലെ, മുഖ്യമന്ത്രി പോലെ. നമ്മൾ മുഖ്യമന്ത്രിന്റെ അടുത്ത് അർജിയുമായി നേരെ പോയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ ആട്ടി ഓടിക്കും. മുഖ്യമന്ത്രിക്ക് നമ്മൾ അറിയില്ല എന്നുള്ളതാ പ്രശ്നം, അയാളുടെ അടുത്ത ആളല്ല എന്നുള്ളതാ പ്രശ്നം. എന്നാലോ ശാഖയിൽ നിന്നൊരു മെമ്പർ വന്ന് മണ്ഡലത്തിലേക്കും, മണ്ഡലത്തിൽ നിന്ന് ജില്ലയിലേക്കും, ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്കും, MLA വഴിയും MP വഴിയും ഒക്കെയോ മുഖ്യമന്ത്രിയിലേക്കോ പ്രധാനമന്ത്രിയിലേക്കോ നമ്മുടെ കാര്യസാധീകരണത്തിന് വേണ്ടിയിട്ട് ശുപാർശയുമായി പോയാൽ അവഗണിക്കുകയോ തള്ളുകയോ ഇല്ല. അവർ നമ്മളെ പരിഗണിക്കും. എന്നതുപോലെയാണ് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ സഹായം തേടിയാലുള്ള അവസ്ഥ. അള്ളാഹുവോട് അടുത്തവരല്ല നമ്മൾ. അതുകൊണ്ട് അള്ളാഹ്ക്ക് നമ്മളെ അറിയില്ല. അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം പോലെ. ആരെ കൊണ്ട്? മൊയ്തീൻ ശൈഖിനെ കൊണ്ട്, റിഫായ് ശൈഖിനെ കൊണ്ട്, മമ്പ്രന്തങ്ങളെ കൊണ്ട്, CM മടവൂരിനെ കൊണ്ടൊക്കെ. നൗദുബില്ല. ഈ ഉദാഹരണം പറഞ്ഞ അതേ ആൾക്കാരുടെ വാദം പോലെയുള്ള ചില മുടന്തൻ ഭൗതികമായ വാദങ്ങളുമായി ചില ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെന്താ പറയുന്ന അറിയുമോ? സൃഷ്ടികളുടെ കഴിവിന് തെളിവ് JCBയോട് സഹായം തേടുന്നില്ലേ? JCB സൃഷ്ടിയല്ലേ? JCB മനുഷ്യന് കഴിയാത്ത പല കഴിവും JCBക്കില്ലേ? ദാ വലിയ മല,
അങ്ങനെ തന്നെ നമുക്കിങ്ങനെ തോണ്ടി വെളിച്ച് മാന്തി തരുന്നു. വലിയ പാറകൾ അത് എടുക്കുന്നു, ക്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ അപ്പുറത്തുള്ള കഴിവ് സൃഷ്ടിക്കുണ്ട്. അപ്പൊ അതിനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയല്ല, അത് ആരാധനയല്ല. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറം എന്ന് പറയുമ്പോഴേ ആരാധനയാകൂ, അപ്പോഴേ അഭൗതികമാകൂ എന്ന വാദം അവിടെ നിർത്തിയോ? ആനനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആനയോട് നമ്മൾ സഹായം തേടുന്നില്ലേ? ഇതാ ആന പിടിക്കാനേ വലിക്കാനേ മരം പിടിപ്പിക്കുന്നില്ലേ, നമ്മൾ അതിന്റെ സഹായം തേടുന്നില്ലേ? ആ വാദവും ഈ വാദവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് സഹോദരന്മാരെ? ഇതറിയാതെ പോയോ? കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ഒരു തൗഹീദിന്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത്തൗഹീദ് എന്ന പേരിൽ തന്നെയാണ് ആ പുസ്തകം. ആരാണ്? പി അബ്ദുൽ ഖാദർ മൗലവി രചിച്ച, കണ്ണൂരിലെ പി അബ്ദുൽ ഖാദർ മൗലവി രചിച്ചിട്ടുള്ള പുസ്തകം. ആ പുസ്തകം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് അറിയാതെ പോയോ? കെ മൗലവിക്ക് അറിയാതെ പോയോ? അമാനി മൗലവിക്ക് അറിയാതെ പോയോ? പോട്ടെ, അവരെയും തൽക്കാലം ഒഴിവാക്കുക. സഹാബികൾക്ക് ആർക്കും അറിയാതെ പോയോ? ഇത് സൃഷ്ടികളുടെ കഴിവ്, അഭൗതികം, മനുഷ്യ കഴിവ് ഇതൊക്കെ. അപ്പോ എവിടേക്കാണ് ചെന്നെത്തുന്നത്? ദുൽഖുൽസയെ ആരാധിക്കുന്നത് വരെ ഖിയാമം സംഭവിക്കുകയില്ല എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനം, മുന്നറിയിപ്പ് നമ്മൾ അവഗണിച്ചുകൂടാ. ആരെയാണ്? മുസ്ലിങ്ങളെയാണ് ബാധിക്കുക, എന്റെ ഉമ്മത്തിനെയാണ് പറഞ്ഞത്. റസൂലെ വീണ്ടും പറഞ്ഞു, മറ്റു വിഭാഗങ്ങൾ 72 വിഭാഗമായിട്ടാണ് ചിതറിയത്, വ്യതിയാനം സംഭവിച്ചത്. എന്നാൽ എന്റെ സമൂഹം, എന്റെ കൗം 73 വിഭാഗമാകും. അതിൽ എല്ലാം നരകത്തിലാണ്, ഒന്ന് മാത്രമേ സ്വർഗത്തിലുള്ളൂ. അവരാണ് ഖുറബാകൾ, ഫിർഖത്തുൻ നാജിയ. അവരാണ്, അവർ തൗഹീദിന്റെ ആളുകളാണ്. അതാണ് അവരുടെ പ്രത്യേകത. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ന്യൂനാൽ ന്യൂനപക്ഷം. അതിലെന്തിന് വെള്ളം ചേർക്കുന്നു? പാടുണ്ടോ? ഒരിക്കലും തന്നെ പാടില്ല. എന്നാൽ ഇന്ന് കാണുന്നത് അതല്ലേ സഹോദരന്മാരെ? വളരെ അപകടകരമായിട്ടുള്ള ഇത്തരം വാദങ്ങളുമായിട്ടാണ് ചില ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതൊരു വാശിപ്പുറത്തുള്ള വിഷയമല്ല, സംഘടനാപരമായിട്ടുള്ള തർക്കമല്ല, ഇത് നയപരമായ പ്രശ്നവുമല്ല. അങ്ങനെ പറയല്ലേ, ചെറിയ ചെറിയ മനുഷ്യന്റെ സബുക്കുൽ ലിസാൻ, നാവിൽ വന്നുപോയത്, അബദ്ധം സംഭവിച്ചു പോയത്, ഇങ്ങനെയൊക്കെയാണ് ന്യായീകരണം പറയൽ. എന്നാലോ അബദ്ധം എന്ന് പറയുന്നവർ തന്നെ അതിനേക്കാൾ ശക്തമായി പല വാദങ്ങളും ഇവിടെ സമർപ്പിക്കുകയാണ്, സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. അതിന് കുറെ ആൾക്കാരെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളാണ് കൂടുതൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടരെ ആലോചിച്ച് നോക്കുക, ഇവിടെ ശിർക്ക് ചെയ്യുന്ന ആരാണുള്ളത്? അള്ളാനെ വിശ്വസിച്ചവരല്ലേ? ഖുർആന പറയുന്നത് സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനത്തിലൂടെ വിശ്വസിക്കുന്നില്ല എന്നാ. അക്സറും, അധിക ആളുകളും വിശ്വസിക്കുന്നില്ല. ഇല്ല വഹും മുശ്രികൂൻ, അള്ളാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ, അള്ളാഹുവിൽ ആരാധനയിൽ വിശ്വാസത്തിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ് അവർ. എവിടെ എത്തി നമ്മൾ സഹോദരന്മാരെ? അത് ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? ഒരു ചരട് കെട്ടുന്നത്, അതേപോലെ തന്നെ അറാഫുകളെ, കാഹിനുകളെ, ജ്യോത്സ്യന്മാരെ, കണക്ക് നോട്ടക്കാരെ, അവരെയൊക്കെ സമീപിക്കുന്നത് തെറ്റാണെന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. ആ തെറ്റാണെന്ന് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ദുർബലതയും നമ്മൾ വ്യക്തമാക്കാറുണ്ട്. എന്നാൽ ഇന്ന് കേൾക്കുന്നത് ജ്യോത്സ്യരെ സമീപിക്കാനൊന്നും പാടില്ല, പക്ഷേ ജ്യോത്സ്യന്മാർക്ക് പല കഴിവുമുണ്ടെന്ന. എന്തിനാണ് ഇങ്ങനെയൊക്കെ പുകമറ സൃഷ്ടിക്കുന്നത്? കൃത്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ അവരോട് ചോദിക്കുകയും അവർ ചോദിച്ചത് സത്യപ്പെടുത്തുകയും ചെയ്താൽ അവരെ വിശ്വസിച്ചാൽ തന്നെ മതി. അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ മതി. ജ്യോത്സ്യത്തിലുള്ള വിശ്വാസമായി പോകുന്നതിനേക്കാൾ വലിയതാണ് ആ വിശ്വാസം എന്നാണ് ആ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരാള് ഒരു ജ്യോത്സ്യനെ, കണക്ക് നോട്ടക്കാരനെ, അതേപോലെ തന്നെ ശകുനം വരക്കുന്നവരെ, ഇങ്ങനെയൊക്കെയുള്ള ഭാവിഭൂത വർത്തമാനം പറയുന്നവരെ, അത് മുസ്ലിം ആയാലും അല്ലാത്തവരൊക്കെ ആയാലും, മുസ്ലിം പേരുള്ളവരായാലും അല്ലാത്തവരൊക്കെ ആയാലും, അവനെ സന്ദർശിക്കൽ മാത്രമല്ല തെറ്റ്, അവൻ അങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ള വിശ്വാസം തന്നെയും തെറ്റാണ്, അപകടമാണ്. അവരുടെ ദുർബലത വ്യക്തമാണ്. എവിടെയാ നമുക്ക് കാണാൻ കഴിയുക? മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ്
ഒരു ബസ് അപകടമുണ്ടായി, നമ്മളെല്ലാരും വായിച്ചതാണ്. ആ ബസ്സിൽ ഒരുപാട് ആൾക്കാർ കത്തിക്കരിഞ്ഞു മരിക്കുകയുണ്ടായി, തീ പിടിച്ചിട്ടാ. അതിൽ 2 ജ്യോത്സ്യന്മാരുണ്ട്, കേരളത്തിൽ അറിയപ്പെട്ട 2 ജ്യോത്സ്യന്മാർ. ഒരു ജ്യോത്സ്യൻ അയാളുടെ ശിഷ്യനും. ഇതാ ഞാൻ യാത്ര പോകുന്നത് മരണത്തിലേക്കാണ്, എന്റെ ബസ് കത്താൻ പോകുന്നതാണ് എന്ന് അയാൾക്കറിഞ്ഞിട്ടില്ല. അയാൾക്കറിയുമെങ്കിൽ അയാൾ കേറൂലായിരുന്നു. സ്വന്തം ശരീരത്തെങ്കിലും ബാക്കിയുള്ള ആരും കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ശരീരത്തെങ്കിലും രക്ഷിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവുമോ? അയാൾ ആത്മഹത്യ ചെയ്തല്ലോ. അത് അയാൾ അറിഞ്ഞിട്ടില്ല. ഭാവി ഭൂതവർത്തമാനെന്നും അറിയാൻ ഈ ജ്യോത്സ്യന്മാർക്ക് കഴിയില്ല. ഭാവി അള്ളാഹുവിന്റെ അടുത്ത് മാത്രമാണ്. എന്തിനു പറയുന്നത്? ഈ കഴിഞ്ഞ ഇന്നലത്തെ ദിവസത്തെ ഒരു ദിവസത്തെ 24 മണിക്കൂറും നമുക്ക് എഴുതി വെക്കാൻ കഴിയുമോ? ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ മൈൻഡും മനസ്സൊക്കെ. ഇതിനേക്കാൾ ശക്തരാണ് പിശാചും ജിന്നും മലക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാർക്ക് ഊതിക്കൊടുക്കും എന്നൊക്കെയാ പറയുന്നത്. കട്ട് കേട്ടിട്ട് ഊതിക്കൊടുക്കുന്ന. പിന്നെന്താ ഖുർആനിന്റെ അജബ് ഈ ആ ജിന്നുകൾ പ്രഖ്യാപിച്ചത് സൂറത്ത് ജിന്നിൽ. ഇത് ഭയങ്കര അത്ഭുതമാണെന്നുള്ളതാണ്. ഒരു ഉണങ്ങിയ ഒരു തൂൺ അല്ലെങ്കിൽ ഒരു കമ്പ്, അതിലിങ്ങനെ ചാഞ്ഞിക്കാണ് സുലൈമാൻ നബി. സുലൈമാൻ നബിക്ക് നൽകിയൊരു മുഅ്ജിസത്താണ്. പല നബിമാർക്കും പല മുഅ്ജിസത്തല്ലേ കൊടുത്തിരുന്നത്. മൂസ നബി അലൈഹി ഇസ്ലാമിന് വടി കൊടുത്തു. അത് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മാത്രം നിന്നു. ഈസാ നബി അലൈഹി ഇസ്ലാം ജന്മന അന്ധത ബാധിച്ച പാണ്ട് ബാധിച്ചവർക്കൊക്കെ അത് മാറ്റിക്കൊടുത്തു. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മറ്റു ചില മുഅ്ജിസത്തുകൾ, സാലിഹ് നബിയുടെ ഒട്ടകം, ഇങ്ങനെ പല അത്ഭുതങ്ങളുമുണ്ട്. ഇതേപോലെ സുലൈമാൻ നബിക്ക് കാറ്റ് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ഹുദൂദ് പക്ഷിയുണ്ട്, പക്ഷികളുണ്ട്, ഉറുമ്പുകളോട് സംസാരിക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇഫ്രീത്തും ജിന്നും ഒക്കെ ഉണ്ടായത്. ഇവര് അതിലുള്ള മല്ലന്മാരും ബുദ്ധിയുള്ള എല്ലാവരും സുലൈമാൻ നബി മരിച്ചു കിടക്കുകയാണ്. ഒരു വടിക്ക് ഇങ്ങനെ ചാഞ്ഞിക്കുക, ചെതല ഈ വടി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീഴുന്നത്. അത്രയും കൂടെ അറിയാത്തവരാ. മനുഷ്യന്മാർക്ക് കുറെയൊക്കെ നോക്കിയാൽ കണ്ടാൽ അറിയുന്നതാ. ഇത്രയുള്ളൂ അവരുടെയൊക്കെ കാര്യം. എന്നിട്ടാണ് മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിന്നുകളെ ഇവിടെ സ്ഥാപിച്ച് പുകമറയും പ്രശ്നങ്ങളും ചില കോണുകളിൽ നിന്നുണ്ടാക്കുന്നത്. സഹോദരന്മാരെ, അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം മറ്റു വിഷയവും പ്രാമുഖ്യത്തോടെ നമ്മൾ കാണണം. ഖബർ, അവിടെ നമ്മൾ പോകുന്നത് മരണചിന്തയുണ്ടാകാനും കൽബിൽ മനസ്സിൽ ആർദ്രതയും അള്ളാഹുവോടുള്ള ഭയഭക്തി ഉണ്ടാകാനും, ഞാൻ എപ്പോഴെങ്കിലും മരിച്ചു പോകേണ്ടവനാണ്, മണ്ണോട് ചേരേണ്ടവനാണ്, എന്റെ കാര്യം കഷ്ടമാണ് എന്നൊക്കെ ചിന്തയും, സുഹദ്, ഈ ലോകത്തുള്ള പളവളപ്പും അതിലുള്ള ആഡംബരവും അതിലുള്ള സൗകര്യവും മാത്രമായി ജീവിച്ചു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് അല്പം വിരക്തി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഖബറാളികൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുബദ. അള്ളാഹുവേ, നീ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല എന്ന്. നമ്മൾ ഇതിന് സമാനമായ ഒരു വാർത്ത എവിടുന്ന് കേട്ടിരുന്നു അറിയോ? ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ. ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രിമാരും അതേപോലെ തന്നെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ കാര്യമായിട്ട് അവിടെ വന്നാൽ പത്രത്തിൽ വലിയ വാർത്തയാവാറുണ്ട്, ചാനലുകൾ അത് ആഘോഷിക്കാറുണ്ട്. മുഷറഫും ഭാര്യയൊക്കെ അവിടെ വന്നത് വലിയ സംഭവമായിട്ട് ഇവിടെ കൊട്ടിഘോഷിച്ചിരുന്നു. കുറെ കൊല്ലം മുമ്പ് നെഹ്റുജി അവിടെ വന്നു. നെഹ്റു വന്നതിൽ അവിടെ നല്ലൊരു വകയുള്ളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ വിഷയം. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളും നിങ്ങളും പല കാര്യത്തിലും സാമ്യമുണ്ട്. എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയത് ഇതാണ്: ഞങ്ങൾ ഇരുത്തിയതും നിർത്തിയതുമായിട്ടുള്ള വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ കിടത്തിയ വിഗ്രഹത്തെ ആരാധിക്കുന്നു. ഇതാ ഇവിടെയുമുണ്ട് ചന്ദനത്തിരി, ഇവിടെയുമുണ്ട് നിലവിളക്ക്, അവിടെയുമുണ്ട് നിലവിളക്ക്, ഇവിടെയുമുണ്ട് പൂക്കൾ, ഇവിടെയുമുണ്ട് കമ്പളം, ഇവിടെയുമുണ്ട് അലങ്കാരം. ഈ രീതിയിലായിരുന്നു നെഹ്റുജി അവിടെ പ്രതികരിച്ചെങ്കിൽ നോക്കുക, ഓരോ മക്ബറയും തീർത്ഥാടനവും നിർത്തിയ വിഗ്രഹത്തിന് പകരം കിടത്തിയ വിഗ്രഹം, കടത്തിയ വിഗ്രഹത്തിന് പകരം കിടത്തിയ വിഗ്രഹമല്ലേ അവിടെയൊക്കെയുള്ളത്.
വിഗ്രഹത്തോട് ചോദിക്കുന്നത് പോലെ. വിഗ്രഹം തന്നെ അല്ലെങ്കിൽ എന്ത് തെറ്റ്? പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു വിഗ്രഹത്തെ കൊണ്ട് സ്ഥാപിച്ചിരുന്നത്? നൂനബിയുടെ കാലത്ത് വദ്, സുവാ, യഹൂസ്, ഹുബ്ല്, നസ്ർ തുടങ്ങിയ പലതിന്റെയും വിഗ്രഹമുണ്ടാക്കി ആരാധിച്ചിരുന്നവർ. അവര് ആഗ്രഹം സഫലീകരിക്കുന്നതിന് മുമ്പ് വെറും ഇരിപ്പിടം മാത്രമാണ് ഉണ്ടാക്കിയത്. ആ പുണ്യാത്മാക്കളെ, മറഞ്ഞവരെ, നല്ല ആൾക്കാരെ ഓർക്കുന്നതിന് വേണ്ടി, അവരുടെ സ്മരണ നിലനിൽക്കുന്നതിന് വേണ്ടി, ആ മഹാന്മാരുടെ പാതയിലേക്ക് ജനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തകൾ അവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആദ്യഘട്ടത്തിൽ അവർ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചത്. പിന്നീട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശുപാർശകരായിട്ട്, മധ്യസ്ഥന്മാരായിട്ടാണ് അതിനെ സ്ഥാപിക്കുന്നത്. അങ്ങനെയാണ് ആ വിഗ്രഹം വരുന്നത്. എന്നാൽ ബഹുദൈവാരാധകരും വിഗ്രഹാരാധകരും പോലും ആ കല്ല് അല്ലെങ്കിൽ ആ മരമുട്ടി എന്തെങ്കിലും ഒരു സാധനമാണല്ലോ, ജീവനില്ലാത്ത സാധനം, ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയാത്ത സാധനം, അതിനെയാണല്ലോ ആരാധിക്കുന്നത്. അതിന് ഉപകാരം ചെയ്യാൻ കഴിയുമെന്നോ ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്നോ വിശ്വസിക്കുന്നില്ല. ശ്രീരാമനെ ആരാധിക്കുന്ന, ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്നവർ വിഗ്രഹമുണ്ടാക്കിയിട്ട് ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഏകാഗ്രത കിട്ടണം, അതിന് ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷൻ നിലക്ക് ദൈവത്തെ സങ്കല്പിക്കാൻ, ദൈവത്തെ ഒന്ന് കണ്ട് ആരാധിക്കാൻ വേണ്ടി അതിന്റെ പ്രതിനിധിയാണ് ഈ രൂപം എന്ന് മാത്രമേ. അല്ലാതെ ഈ കല്ല് ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. എടുത്തുകൊണ്ടു പോകുന്ന ദൈവം, സ്ഥാപിക്കുന്ന ദൈവം, അത് യഥാർത്ഥ ദൈവമാണെന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. എന്നാൽ വിഗ്രഹാരാധനക്കും സർട്ടിഫിക്കറ്റ് കിട്ടാം, ആ രീതിയിൽ ഒരു വാദം ഇന്ന് കേട്ടു. എന്താണെന്നറിയുമോ? ചില വിഗ്രഹം സംസാരിക്കും, ചില വിഗ്രഹം പാല് കുടിക്കും. ഗണപതി പാല് കുടിച്ചു, ചില വിഗ്രഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വീണു, ചോര വീണു എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നതുപോലെ ഇവിടെ ഇസ്ലാഹി പ്രവർത്തനം നടത്തി തൗഹീദ് പ്രബോധനം ചെയ്ത ചില കോണുകളിൽ ചില ആൾക്കാരിൽ നിന്ന് കേൾക്കുന്നത്, പിശാചിന് വിഗ്രഹത്തിന്റെ പിറകിൽ നിന്ന് സംസാരിക്കാനും ഒച്ചയിടാനൊക്കെ കഴിയുന്ന. എന്തിനാണെന്നറിയോ അത് പിശാച് ചെയ്യുന്നത്? വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുവരാൻ പോലും. അതിപ്പോ നമ്മൾ കേൾക്കാൻ തോന്നിയിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും ഈ വാദം എവിടെയും കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചോദ്യം വന്നേരം, അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ കാലത്തല്ലേ അത് കാണേണ്ടത്? ഇബ്രാഹിം നബി ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടെയുള്ള എല്ലാ വിഗ്രഹത്തെയും തകർത്തു, ഒരു വലിയ വിഗ്രഹത്തെ ബാക്കിയാക്കി. എന്നിട്ട് അതിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ട് പോയി. ഒരു വലിയ ഇബ്രത്തിന് വേണ്ടി, സമൂഹം ചിന്തിക്കാൻ വേണ്ടിയായിരുന്നു. അതിനോട് ചോദിക്കുന്ന അർത്ഥത്തിൽ ഇതിവനറിയും ഇവിടെ ആരൊക്കെ കൊന്നു. മിണ്ടാൻ കഴിയാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത, മറ്റു വിഗ്രഹങ്ങളെ തച്ച് തകർക്കുമ്പോൾ തടയാൻ കഴിയാത്ത ഈ വിഗ്രഹത്തിന് നിങ്ങൾ എന്തിനാരാധിക്കുന്നു? ഇതിന്റെ അർത്ഥശൂന്യത ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പണി ചെയ്തത്. എന്നാൽ ഇബ്രാഹിം നബിയുടെ കാലത്ത് വിഗ്രഹം സംസാരിച്ചില്ലല്ലോ, പിന്നിൽ നിന്ന് ഒച്ചയുണ്ടാക്കിയില്ലല്ലോ എന്ന് മറുചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത്, അന്ന് പിശാച് ആ തന്ത്രം പ്രയോഗിച്ചിട്ടില്ല എന്ന് വെച്ച് പിന്നീട് പിശാചിന് തന്ത്രം പ്രയോഗിച്ചുകൂടാ എന്നുണ്ടോ? എങ്ങനെയുണ്ട് ന്യായം? കൃത്യമായി പറഞ്ഞത് അങ്ങനെയാണ്. ഒരക്ഷരവും ഞാൻ കൂട്ടിയിട്ടില്ല. ഇങ്ങനെ കഴിയുമോ പിശാചിന്? എന്നാ അത് മതിയല്ലോ എന്ന് ഒന്നും കൂടി കൂട്ടിച്ചേർത്തു. നമ്മൾ കണ്ടിട്ടില്ലേ സാമിരിയെ? ആ സാമിരിയുടെ കാള മൊക്രയിട്ടിട്ടില്ലേ എന്നാ. അങ്ങനെയാണെങ്കിൽ പാവയുണ്ട് നമ്മളെ കടകളിൽ. പല ആൾക്കാർ ഷോക്കേസിൽ വെക്കുന്ന പല വസ്തുക്കളും ഒച്ചയുണ്ടാക്കാറുണ്ട്. ചില പക്ഷികളുടെ രൂപത്തിലുള്ളത് പക്ഷിയുടെ സംസാരം, തത്ത സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കിളിക്കൊഞ്ചലുകൾ കേൾക്കാൻ കഴിയും. മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, ഈ മുരൾച്ച, അതേപോലെ തന്നെ മൊക്രയിടൽ, ഇതൊക്കെ നമ്മൾ അതിന്റെ ജീവികളുടെ മെഷീനുള്ള സാധനത്തിൽ അതിന്റെ ഉള്ളിലൊക്കെ പിശാച് കയറിയിട്ടായിരിക്കും. പിശാച് ആരാധകർക്ക് സുഖം തന്നെ. ഈ രീതിയിലാണ് സമൂഹം പോകുന്നത് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ആരാധനകളുടെ എല്ലാ അംശവും അള്ളാഹുവിലേക്ക് മാത്രമാകുന്ന ഒരവസ്ഥയുണ്ടാകേണ്ടതുണ്ട്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂന
ഇലല്ലാഹി സുൽഫ. അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നവർ പറയുന്നു, അവർ വാദിക്കുന്നു, അവകാശപ്പെടുന്നു, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അല്ലാഹുവിലേക്ക് എന്നാണ് അവർ പ്രയോഗിച്ചത്. പക്ഷേ ആ വാദവും ആ ചിന്തയും ആ വിശ്വാസവും ആ പ്രവർത്തനവും പാഴ്വേലയാണ്, ശിർക്കാണ്, അത് അപകടവും തന്നെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇങ്ങനെ ആകരുത്, ചില ആൾക്കാരെ പോലെ ആകരുത്. ഇങ്ങനെ വല്ലദീന തഖദു മിൻ ദൂനിഹിം ഔലിയാ, അവര് ചില ആൾക്കാർ ഔലിയാക്കന്മാരെ സ്ഥാപിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഔലിയാക്കന്മാരെ നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാര് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ അവരെയും ഇഷ്ടപ്പെടും. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹം വെച്ചു പുലർത്തുന്നവരാണ് എന്ന്. തക്ലീദ് കാരണം നമ്മൾ വഴിവെച്ചു പോകും. തക്ലീദ് കാരണമാണ് കഴിഞ്ഞ സമൂഹം ദുഷിക്കാനിടയായത്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സൂറത്ത് തൗബയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ജൂത ക്രിസ്ത്യാനികൾ, അവരെ യഹൂദ റബികൾ, പുരോഹിതന്മാര്, അവര് പറയുന്നത്, അവര് ഹലാലാക്കിയത് ഹലാലും അവര് ഹറാമാക്കിയത് ഹറാമും, അവരുടെ നിർദ്ദേശങ്ങൾ മതതത്വവുമായി സമൂഹം അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറിയപ്പോഴാണ് സമൂഹം വ്യതിചലിച്ചത്. സത്യത്തിന് വിരുദ്ധമായിട്ട് അവർ ജനങ്ങളുടെ പണം പിടുങ്ങുന്നതിന് വേണ്ടിയിട്ട് ചില ഭൗതിക താല്പര്യങ്ങളുടെ പിറകിൽ സഞ്ചരിച്ചുകൊണ്ട് അവർ വഴികേടിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി, ദുർമാർഗത്തിലേക്ക് ജനങ്ങളെ നയിച്ചു. അതുപോലെ തക്ലീദാണ് എല്ലാ കാലത്തുമുള്ള വലിയൊരു പ്രശ്നം. തക്ലീദ് കാരണം ആണ് സമൂഹം ദുഷിച്ചു പോകുന്നത്. ഇവിടെയുള്ള സമസ്തക്കാരിൽ പല ആൾക്കാരും, സാധാരണക്കാർ, ശിർക്കിൽ അകപ്പെട്ടു പോയത്, വഴികേടിൽ അകപ്പെട്ടു പോയത്, ബിദ്അത്തിൽ അകപ്പെട്ടു പോയത്, അവര് ഖബറിനെ ദിയാറത്ത് ചെയ്യുന്നതിന് പകരം ഖബർ ആരാധന നടത്തിപ്പോയത് തക്ലീദ് ചെയ്തത് കൊണ്ടാണ്. എന്നതുപോലെ അവിടെ മറുപടി അവിടെ നിന്ന് രണ്ട് കൈയും ഇങ്ങനെ, ഒന്നും മറുപടി പറയാൻ കഴിയാതെ രണ്ട് കൈയും ഇങ്ങനെ തുറന്നുകൊണ്ട് പറയും, അല്ലാഹുവേ ഇവരെ ശിക്ഷിക്കണേ, ഞങ്ങൾ ഞങ്ങളുടെ സാദാത്തുക്കളെ, ഞങ്ങളുടെ നേതാക്കളെ അനുകരിച്ചത് കാരണമാണ്, അവരെ പിന്തുടർന്നത് കാരണമാണ് വഴികേടിൽ അകപ്പെട്ടു പോയത്. അതുകൊണ്ട് അവർക്കിവിടെ ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്ന് അല്ലാഹുവിനോട് അവർക്കെതിരെ സാക്ഷ്യം പറയുന്ന, അവർക്കെതിരെ ശാപവചനങ്ങൾ, അഭിശപ്ത വചനങ്ങൾ ഉരുവിടുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. അത് വരാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ തള്ളേണ്ടാത്തത്, കൊള്ളേണ്ടത് മാത്രം. ബാക്കി ഏതൊരു മനുഷ്യന്റെ വിഷയത്തിലും തള്ളേണ്ടതും കൊള്ളേണ്ടതുമുണ്ട്. അപ്പോൾ ഖുർആനിനോട് യോജിച്ചതും ഹദീസിനോട് യോജിച്ചതും ആര് പറയുന്നുവോ അത് സ്വീകരിക്കുകയും, അതല്ലാതെ ആര് പറഞ്ഞാലും അതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യണം. അത് എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ നേതാവായാലും ആ ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചാൽ, ആ ഒരു നിലപാട് തറയിൽ നിന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ല എങ്കിൽ നമ്മൾ ഏറ്റവും പരാജയപ്പെടുന്നവരുടെ കൂട്ടത്താണ് പെടുക. വമൻ ലഖിയ അല്ലാഹു ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ. അല്ലാഹുവിൽ ഒന്നും പങ്കു ചേർക്കാതെ അവനുമായി സന്ധി ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചുവെങ്കിൽ അവൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കും. അതേപോലെ അല്ലാഹുമായി പങ്കു ചേർത്തുകൊണ്ടാണ് അല്ലാഹുമായി സന്ധി ചെയ്യുന്നതെങ്കിൽ, അല്ലാഹുവെ കണ്ടുമുട്ടുന്നുവെങ്കിൽ അവൻ തീർച്ചയായും നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഈ വക വിഷയങ്ങൾ ഗൗരവതരമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപകടകരമായ ഒരു ലോകത്തിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത് സഹോദരന്മാരെ. വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്നോളം റസൂല് അത് പറഞ്ഞതാ. എത്ര റസൂല് വഫാത്തായി കുറച്ചു കഴിഞ്ഞപ്പം തന്നെ തുടങ്ങി ബിദ്അത്തുകൾ, ലലാലത്തുകൾ. അബൂ മുസൽ അശ്അരിയും ബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവും ഒരു പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ അവിടെ കുറെ ആൾക്കാർ വട്ടത്തിൽ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? നന്മ മാത്രമേ അവർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ വചനങ്ങൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ ഒക്കെയാണ് അവർ നിർവഹിക്കുന്നത്. മീസാനിൽ കനം തൂങ്ങുന്ന നന്മയായ കാര്യങ്ങൾ മാത്രം. എന്തേ അവർ ചെയ്തു കൂട്ടുന്നത്?
അവരുടെ വിരൽ പിറക്കിയെടുക്കുകയാണ് ചരൽ കല്ലുകൾ. എന്നിട്ട് എണ്ണം പിടിക്കുകയാണ്. ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ഏറ്റു ചൊല്ലുന്നു. ഇവരെ ആ ചരൽക്കല്ലുകളെയൊക്കെ വാരി എടുത്തുകൊണ്ട് അവർ എറിഞ്ഞോടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വാക്ക്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച വസ്ത്രം നുരുമ്പിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾ തുടങ്ങിയോ എന്ന്. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. എങ്കിൽ എത്രയെത്ര കാലഘട്ടം വന്നു. അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്, റഷീദ് റിളക്ക്, ഇതേപോലുള്ള ജമാലുദ്ദീൻ അഫ്ഗാനിക്ക്, ഇതുപോലുള്ള പണ്ഡിതന്മാർക്ക്, അതേപോലെ അഹമ്മദ് ബറേൽവിക്ക്, സയ്യിദ് അഹമ്മദിന്, ഇങ്ങനെയുള്ള ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിക്ക്, കെ എം മൗലവിക്ക്, സയ്യിദ് മൗലവിക്ക്, ഉമർ മൗലവിക്കൊക്കെ ഇതുപോലുള്ള ത്യാഗങ്ങൾ, ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് തോന്നിയേക്കാം. പക്ഷെ അല്ല, നമ്മുടെ ഇടയിൽ തന്നെ ഉറുമ്പരിച്ചു കയറുന്നത് പോലെ എന്നാ പറഞ്ഞത്. നിങ്ങൾ ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായിട്ടും പിന്തുടരുക തന്നെ ചെയ്യും. ഇത് റസൂല പറഞ്ഞത്. സ്വന്തം അഭിഷ്ടത്തിനനുസരിച്ച് സംസാരിക്കാത്ത, വഹിയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇസ്ലാമിക കാര്യങ്ങൾ പറഞ്ഞിരുന്ന റസൂലിന്റെ സത്യസന്ധമായ നാവിൽ നിന്നാണ് ഈ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ശിർക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആളില്ലാത്തൊരു സമൂഹം ഉണ്ടാകുമ്പോഴാണ് ഖിയാമം സംഭവിക്കാമെങ്കിൽ നമ്മൾ പറയും നമ്മുടെ പ്രസ്ഥാനമുണ്ടായി, നമുക്ക് തൗഹീദിന്റെ ഗ്രന്ഥങ്ങളുണ്ടായി, പുസ്തകങ്ങളുണ്ടായി, ഖുതുബയുണ്ടായി, ക്ലാസ്സുകളുണ്ടായി, ഇനി നമ്മൾ പേച്ചു പോകുമെന്ന്. നമ്മൾ അഹങ്കരിച്ചു പോയി. ഒരു വേള നമ്മൾ അഹങ്കരിച്ചു പോയി. നമ്മളുടെ ജനബാഹുല്യം കണ്ട്, നമ്മുടെ സ്ഥാപനങ്ങൾ കണ്ടിട്ട് നമ്മൾ അഹങ്കരിച്ചു പോയി. ഇതാ കാണുന്നു. അപ്പോൾ ഏതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ പോലെ, മൂസ നബിയുടെ കാലത്ത് പോലെ. അത് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് നമുക്ക് പാഠമാണ് സഹോദരന്മാരെ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായല്ലോ, വെള്ളപ്പൊക്കം. അവിടെ സത്യവിശ്വാസികൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കപ്പലിൽ കയറിയത്. എല്ലാ 2 ഇണകളെയും അതിൽ കയറ്റി. സ്വന്തം പുത്രൻ പോലും കയറിയില്ല. ലൈസമിൻ അയലിക്ക എന്ന് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞു. എല്ലാവരും മുങ്ങി മരിച്ചു. അവശേഷിക്കുന്നത് സത്യവിശ്വാസികൾ മാത്രമായിരിക്കെ പിന്നീടും ശിർക്കുമുണ്ടായി. അതുകൊണ്ടാ നബിമാർ വീണ്ടും വീണ്ടും അനുസ്യൂതം ശൃംഖല പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത്. സമാനമായ സംഭവമല്ലേ മൂസ നബിയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മൂസ നബി അലൈഹിസ്സലാം ആ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിശ്വാസികളെ കൊണ്ട് നെയിൽ കടന്ന് രക്ഷപ്പെട്ടു അപ്രത്തി. ആരാണ് പിന്നിൽ വരുന്നത്? അവിടെ അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫിർഔനും അവന്റെ അനുയായികളും. അവനെ അള്ളാഹു വെള്ളത്തിലിട്ട് നശിപ്പിച്ചു കളഞ്ഞു. മൂസ നബിയുടെ കൂടെയുള്ളത് ഒരു പറ്റം സത്യവിശ്വാസികൾ, മുവഹിദുകൾ മാത്രം. അവരാണ് ചോദിക്കുന്നത്, അവരാണ് ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്കൊരു ഇലാഹിനെ തരുമോ എന്ന്, ഞങ്ങൾക്കൊരു ആരാധ്യനെ തരുമെന്ന്. റസൂലിനോട് തന്നെയും സഹാബികൾ ചോദിച്ചിട്ടില്ലേ? സഹാബികളെ മുശ്രിക്കാർക്ക് അറിയില്ലല്ലോ. അതാ അവർക്ക് ദാത്ത് അൻവാത്തുണ്ട്, അവർക്കൊരു പുണ്യമരമുണ്ട്, പുണ്യവൃക്ഷമുണ്ട്. അതിന് സമ്മതിയത്ത് കൽപ്പിച്ചിട്ടല്ല, അതിന് രോഗം മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ചല്ല, അതിന് ബർക്കത്ത് നേടാനല്ല. ബർക്കത്ത് നേടാൻ മാത്രം, വേറെ ആരാധിക്കാനല്ല, പൂജിക്കാനല്ല, പ്രാർത്ഥിക്കാനല്ല. ഇങ്ങനെ മരത്തിനെ ചോദിച്ച സഹാബിയോട് റസൂൽ പറഞ്ഞ മറുപടി എന്താണ്? മൂസ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അദ്ദേഹത്തോട് മറ്റൊരു ഇലാഹിനെ വേണമെന്ന് ചോദിച്ചതുപോലെയുള്ള അങ്ങേയറ്റം അപകടമായ ഒരു ചോദ്യമാണത് എന്നാണല്ലോ റസൂൽ മറുപടി പറഞ്ഞത്. ഇത് റസൂലിന്റെ കാലത്ത് സഹാബികളിൽപ്പെട്ട ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റസൂലിന് ശേഷം എന്തെല്ലാം വ്യതിയാനങ്ങൾ, ശിർക്കുകൾ, ദലാലത്തുകൾ കടന്നു വരും. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. അള്ളാഹു നമ്മളെ ഏവരെയും ശിർക്കിൽ നിന്ന്, ദലാലത്തുകളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ഖുറാഫത്തുകളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്ന, അവനോട് മാത്രം ആരാധനകൾ അർപ്പിക്കുന്ന, അവനോട് മാത്രം സഹായം തേടുന്ന യഥാർത്ഥ മുവഹിദുകളിൽ, മുഖ്ലിസുകളിൽ, മുഹ്സിനുകളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരിക്കുമ്പോൾ കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ
بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رب العالمين.